Meet the editors. നല്ല പ്രോഗ്രസ്സോ എന്നാണ് ചോദ്യം. സ്മൃതി, 900 വാഗ്ദാനങ്ങളാണ് 2016-21 കാലഘട്ടത്തിലെ ഒന്നാം പിണറായി സർക്കാർ 570ഓളം വാഗ്ദാനങ്ങൾ, അതിൽ ഏകദേശം 10-12-20 എണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം നിറവേറ്റി എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ് 2021 തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നതും അധികാരത്തിലേക്ക് എത്തുന്നതും. ഇപ്പോൾ 4ാം വർഷം തന്നെ പ്രോഗ്രസ് റിപ്പോർട്ട് പുറത്തിറക്കുന്നു. ഇനി വിരലിൽ എണ്ണാവുന്നവ മാത്രമേ നടപ്പിലാക്കാനുള്ളൂ 900 എണ്ണത്തിൽ എന്ന് പറയുന്നു. അടിസ്ഥാന സൗകര്യ വികസനം, സാമൂഹ്യക്ഷേമം, ഇവയാണ് പ്രധാനമായിട്ടും ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ നമ്മൾ കാണുന്നത്. മൊത്തം നമുക്ക് വായിക്കാൻ സമയം കിട്ടിയിട്ടില്ല, 328 പേജുകളുണ്ട്. എങ്കിലും ആ പേജുകളിലൂടെ നമ്മൾ ഒന്ന് കടന്നു പോകുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത്? നല്ല പ്രോഗ്രസ് ആണോ? എനിക്ക് ഈ ഒരു മാസത്തെ ആഘോഷ പരിപാടികളുടെ സമാപനമാണല്ലോ ഇന്ന് തലസ്ഥാനത്ത് നടന്നിരിക്കുന്നത്. അപ്പോൾ 4 വർഷം കൊണ്ടുള്ള നേട്ടം അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക, ജനങ്ങളുടെ പ്രതികരണം നേരിട്ടറിയുക എന്ന ഉദ്ദേശത്തോടു കൂടി മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ യാത്ര, ആ യാത്രയാണ് ഇന്ന് അവസാനിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് മൂഡ് ആരംഭിച്ചിരിക്കുന്നതിൻ്റെ സൂചനയായിട്ട് അതിനെ കാണാം. അപ്പോൾ വർദ്ധിച്ച ആത്മവിശ്വാസത്തോടെ ഞങ്ങളിതാ തയ്യാർ എന്ന് വ്യക്തമാക്കുകയാണ് യഥാർത്ഥത്തിൽ 2ാം പിണറായി സർക്കാർ ചെയ്തിരിക്കുന്നത്, മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചെയ്തിരിക്കുന്നത്. ഇന്നിപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി അവിടെ വന്ന് സംസാരിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളും അതാണ്. ദേശീയപാത എന്നൊന്നും നടപ്പാകുകയില്ലായിരുന്നു LDF വന്നില്ലായിരുന്നെങ്കിൽ എന്ന രൂപത്തിൽ വരെ പറയുകയാണ്. മാത്രമല്ല സംസ്ഥാനമാകെ ഉത്സവാന്തരീക്ഷമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പ്രതീതി ഉണ്ട് എന്ന രൂപത്തിൽ വലിയ ജനപിന്തുണ ഞങ്ങൾക്കുണ്ട് എന്ന ഒരു ദൃശ്യങ്ങളിലൂടെ കാണിക്കാനുള്ള ശ്രമം, ആ തരത്തിൽ ആളും ആരവുമൊക്കെ വലിയ ആഘോഷത്തോടു കൂടി ആ ഉത്സവ പരിപാടി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് യഥാർത്ഥത്തിൽ കാണിച്ചിരിക്കുന്നത്. അത് ഒരു ആത്മവിശ്വാസത്തിൻ്റെ പ്രകടനമാണ്. ആ ആത്മവിശ്വാസത്തിൻ്റെ പ്രകടനമായി ഞങ്ങൾ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ ഇതാ നടപ്പാക്കിയിരിക്കുന്നു, വളരെ കുറച്ചേ നടപ്പാക്കാനുള്ളൂ എന്ന രൂപത്തിലാണ് പറയുന്നത്. ഈ പറയുന്ന റിപ്പോർട്ടിൽ കുറേ കണക്കുകളും ചെയ്ത കാര്യങ്ങളും അവകാശവാദങ്ങളും എല്ലാം തന്നെയുണ്ട്. പക്ഷേ ഇതെല്ലാം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ, അതായത് പിണറായി സർക്കാരിൻ്റെ മാത്രം പദ്ധതികളായിരുന്നോ അതോ മുൻ സർക്കാരുകൾ നടപ്പാക്കിയതിൻ്റെ തുടർച്ച? ആ തുടർച്ചയിൽ വരുമ്പോൾ ഇടത് സർക്കാർ, പിണറായി സർക്കാർ വരുമ്പോൾ അതിനൊരു വേഗം സംഭവിച്ചിരിക്കാം. കാര്യങ്ങൾ വേഗത്തിലാക്കിയിട്ടുണ്ട്, ചിലത് പൂർത്തിയായിട്ടുണ്ട്, ചിലത് നടപ്പായിട്ടുണ്ട്. അതായത് തുടർച്ചയിൽ നടപ്പാകുന്നു. ഒരു കാലത്ത് അത് തുടങ്ങി വയ്ക്കുന്നു. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് ചിലതെങ്കിലും തുടങ്ങി വെച്ചതാണ്, അത് പൂർത്തിയാക്കുന്നത് പിണറായി സർക്കാരിൻ്റെ കാലത്താണ്. അതുപോലും ഞങ്ങളുടെ മാത്രം പദ്ധതി എന്ന രൂപത്തിലാണ് അവതരിപ്പിക്കുന്നത്. അവിടെയാണ് ഒരു പ്രശ്നം വരുന്നത്. ഇത് ഞങ്ങളുടേതാണ്, നിങ്ങൾ നടപ്പാക്കിയിട്ടേയില്ല, നിങ്ങളുടെ കാലത്തൊന്നുമില്ല, 2016 വരെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന രൂപത്തിലാണ് അവതരിപ്പിക്കുന്നത്. 2016 മുടന്തി നടന്നിരുന്ന പലതും ഞങ്ങൾ വന്നപ്പോഴേക്കും വളരെ വേഗത്തിൽ, ശരവേഗത്തിൽ നടപ്പാക്കുന്നു എന്ന രൂപത്തിൽ അവതരിപ്പിക്കുകയാണ്. ദേശീയപാത അല്ലെങ്കിൽ സംഭവിക്കുകയില്ലായിരുന്നു എന്ന രൂപത്തിലാണ് അവതരിപ്പിക്കുന്നത്. ദേശീയപാത ഇപ്പോൾ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ദേശീയപാതയിലെ വിള്ളലുകൾ, ഇന്നിപ്പോൾ നമ്മളൊരു ലൈവത്തോൺ കാണിച്ചല്ലോ, വിവിധ മേഖലകളിലൂടെ കടന്നു പോകുമ്പോൾ എത്രത്തോളം ഭയപ്പാട് സൃഷ്ടിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഓരോ സ്ഥലത്തും നമ്മൾ കണ്ട സ്ഥലങ്ങളിലൊന്നും ശാസ്ത്രീയമായിട്ടല്ല നിർമ്മാണം എന്നുള്ളതാണ്. എല്ലാം കുത്തനെ ചെരിച്ചിങ്ങനെ ചെത്തി വെച്ചിരിക്കുന്ന മൺഭാഗങ്ങളാണ് കാണുന്നത്, മലകളാണ് കാണുന്നത്. പലതും നമ്മുടെ ചില റിപ്പോർട്ടർമാരിങ്ങനെ തൊടുമ്പോഴേക്കും മണ്ണിങ്ങനെ ഇളകി വരികയാണ്. ഒരു മഴ പെയ്താൽ മതി. ഇനിയിപ്പോൾ നാളെ മുതൽ ഓറഞ്ച് അലർട്ടാണ് പലയിടത്തും കൊടുത്തിരിക്കുന്നത്, ചിലയിടത്ത് യെല്ലോ അലർട്ടാണ്. അപ്പോൾ എന്താണ് മഴ കനത്ത് കഴിഞ്ഞാൽ ഇവിടത്തേക്ക് സാഹചര്യം വരിക എന്ന് പറയാൻ പറ്റില്ല. താഴെ കൂടെ പോകുന്ന സർവീസ് റോഡാകട്ടെ, അവിടേക്ക് മണ്ണും ചെളിയുമൊക്കെ ഒഴുകി വരുന്നു എന്നുള്ള ആശങ്ക നിൽക്കുന്നു. അപ്പോൾ അതിനെ ഈ ദേശീയപാത കൊണ്ടുവന്നു എന്നതിൻ്റെ മാത്രം, അതായത് തൊലിപ്പുറത്തെ കാര്യങ്ങളാണ് പറയുന്നത്. ഈ നടപ്പാക്കി വന്നപ്പോഴുള്ള പ്രശ്നങ്ങൾ, അതിലുള്ള ഉത്തരവാദിത്തം എന്നതുകൂടി അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അത് പറയുന്നില്ല. ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയും ഡേറ്റ സഹിതമല്ലല്ലോ പറയാം. കുറേ കണക്കുകൾ അവതരിപ്പിക്കുന്നു, സർക്കാരിൻ്റെ അവകാശവാദമായി പറയുന്നു. ആ കണക്കുകൾ ശരിയാണോ തെറ്റാണോ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? എല്ലാ കൊല്ലവും പ്രോഗ്രസ് റിപ്പോർട്ട് പിണറായി വിജയൻ അവതരിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ 2024 പ്രോഗ്രസ് റിപ്പോർട്ട് എപ്പോഴാണ് വന്നതെന്നറിയോ? ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷമാണ്. അപ്പോഴും ആ പ്രോഗ്രസ് റിപ്പോർട്ടാണ്. അപ്പോൾ അതിനു മുന്നേ തന്നെ അതിൽ മാർക്കിട്ടത് ആരാണ്? ജനം മാർക്കിട്ട് കഴിഞ്ഞതിന് ശേഷം വരുന്ന പ്രോഗ്രസ് റിപ്പോർട്ടാണ്. ഞങ്ങൾ തന്നെ പരീക്ഷ എഴുതുന്നു, ഞങ്ങൾ തന്നെ മാർക്കിടുന്നു എന്നതല്ലേ ഈ പ്രോഗ്രസ് റിപ്പോർട്ട്? അതെങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുക? ഞങ്ങൾ എഴുതിയ പരീക്ഷയ്ക്ക് ഞങ്ങളിതാ ഇത്ര മാർക്ക് കൊടുത്തിരിക്കുന്നു, ഞങ്ങളിതാ ഇത്രയും നടപ്പാക്കിയിരിക്കുന്നു എന്ന് പറയുന്നതിൽ അതിലൊരു പ്രശ്നമുണ്ട്. മാർക്കിടേണ്ടത് ജനങ്ങളാണ്, അത് തിരഞ്ഞെടുപ്പിലൂടെ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഇവിടെ ഒരു പ്രശ്നവുമില്ല എന്നെങ്ങനെയാണ് പറയുക? ഉള്ള പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നൊരു വിഷയം കൂടിയുണ്ട്. ഇവിടെ സമരങ്ങളുണ്ട്, വിവിധ സമരങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. കരഞ്ഞുകൊണ്ടും സഹനം കൊണ്ടും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരങ്ങൾ, ദിവസങ്ങളായി തുടരുന്ന സമരങ്ങളുണ്ട്. അതിനോടൊക്കെയുള്ള നിലപാട് എന്താണ്? ഇപ്പോൾ ഈ പറയുന്ന ഈ വികസന നേട്ടങ്ങളുടെ കാര്യത്തിൽ ഒരു ഗെയിൽ പൈപ്പ് ലൈനും പറയുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം തർക്കിച്ചതാണ്. ഗെയിൽ പൈപ്പ് ലൈനുമായി ബന്ധപ്പെട്ട്
അത് നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല UDF സർക്കാരിൻ്റെ കാലത്ത് അന്ന് CPM സമരം ചെയ്തിരുന്നത് കേട്ടോ. അന്നത്തെ സമരത്തിൻ്റെ മുഴുവൻ ചിത്രങ്ങളും ഒക്കെ നമ്മുടെ മുന്നിലുണ്ട്. അന്നത്തെ പത്രക്കട്ടിങ്ങളൊക്കെ പുറത്തുണ്ടെന്നേ. അതിൽ ജനവാസ കേന്ദ്രങ്ങളിലൂടെ പോകുന്ന ഈ പൈപ്പ് ലൈൻ ഉണ്ടാക്കുന്ന ഭീതിയെക്കുറിച്ചാണ് പറയുന്നത്. ഈ പറയുന്ന ഭൂമിക്കടിയിലെ ബോംബ് എന്നൊക്കെയുള്ള പ്രയോഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ആ സമരത്തിലെ വാദങ്ങൾ, സമരത്തിലെ ഉന്നയിച്ച വിഷയം അത് തന്നെയായിരുന്നു. നഷ്ടപരിഹാരം എന്നുള്ളതല്ല, ജനവാസ കേന്ദ്രത്തിലൂടെ ഇത് പോകുമ്പോൾ ഉണ്ടാകുന്ന ഭീതി, ആ ഭീതിജനകമായ സാഹചര്യത്തെക്കുറിച്ചാണെന്ന് പറഞ്ഞിരുന്നത്. ആ പദ്ധതി നടപ്പാക്കിയതാണ് ഇപ്പോൾ വലിയൊരു നേട്ടമായി അവതരിപ്പിക്കുന്നത്. അതൊരു ശരിയായ സമീപനമാണ്. അന്നൊരു സമീപനം, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു സമീപനം, ഭരിക്കുമ്പോൾ മറ്റൊരു സമീപനം എന്ന് പറയുന്നത് എത്രത്തോളം നല്ല രീതിയാണെന്നൊരു വിഷയമുണ്ട്. ശരിയാണ്, പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് വികസനം വളരെ വേഗത്തിലൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ എല്ലാ പദ്ധതികളുടെയും ക്രെഡിറ്റ് ഏറ്റെടുക്കുക, ബാക്കി ഉള്ളവർ ഭരിക്കുമ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന രൂപത്തിൽ പറയുക, അത് എത്രത്തോളം നല്ല രീതിയാണ് എന്ന് സർക്കാർ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി കിഫ്ബി ആണല്ലോ എല്ലാ ഘട്ടങ്ങളിലും പറയുന്നത്. കിഫ്ബിയിലെ ഒരു പഴയ കണക്ക് ഞാൻ പറയാം. ഇന്നലെ അരുൺ പറഞ്ഞല്ലോ 78,000 കോടിയുടെ പദ്ധതിയുടെ കാര്യം പറഞ്ഞു. അത് യഥാർത്ഥത്തിലുള്ള കണക്ക് 82,454 കോടിയുടെ ക്ലിയറൻസ് ആണ് കൊടുത്തത്. അത് ഞാൻ 8 വർഷത്തെ കണക്കാണ് പറയുന്നത്, ഈ 9ാമത്തെ വർഷത്തിലല്ല. 1073 പ്രോജക്റ്റുകൾക്കായി 82,454 കോടിയുടെ ക്ലിയറൻസ് നടത്തി കിഫ്ബി. എന്നിട്ട് പൂർത്തിയായത് എത്രയാണെന്ന് അറിയാമോ? ആ പൂർത്തിയായ കണക്ക് വരില്ല, ഈ 2 കണക്ക് മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. അതായത് ഇത്രയും കോടിയുടെ ക്ലിയറൻസ് കൊടുത്തിരിക്കുന്നു, ഇതാ ഞങ്ങൾ. പക്ഷേ നടപ്പാക്കിയത് 14,830 കോടി മാത്രമാണ് പൂർത്തിയായിരിക്കുന്നത്. ഇപ്പോൾ കിഫ്ബി വഴി നടപ്പാക്കുന്ന പദ്ധതികൾ, ഏതൊക്കെ പദ്ധതികൾ നന്നായി റവന്യൂ ജനറേറ്റ് ചെയ്യുന്നുണ്ട്? വളരെ കുറവാണ്. അപ്പോൾ അതിലെ വരുമാനം എടുത്ത് ലോൺ തിരിച്ചടയ്ക്കാൻ കഴിയുന്നില്ല. കിഫ്ബി എങ്ങനെയാണ് പണം കണ്ടെത്തുന്നത്? കിഫ്ബി 18,000 കോടിയുടെ ലോൺ എടുത്തിട്ടാണ് പദ്ധതികൾ നടപ്പാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ കോടികൾ നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്നാണ് എടുക്കുന്നത്, വലിയ പലിശയ്ക്കാണ് എടുക്കുന്നത്. അപ്പോൾ തിരിച്ചടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇതിങ്ങനെ റോളിംഗ് ആണ്. ഈ റോളിംഗ് നടത്തുന്നതിനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിൽ കേന്ദ്രത്തിൻ്റെ വിഹിതം കിട്ടുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. നല്ലോണം ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു. പക്ഷേ ഇപ്പോൾ ധനമന്ത്രി പറയുന്നത് ബുദ്ധിമുട്ടുന്നില്ല എന്നാണല്ലോ. അപ്പോൾ അതിൻ്റെ കണക്ക് എന്താണ്? അപ്പോൾ അതിലൊക്കെ ഒരു വ്യക്തത കുറവുണ്ട്. ഈ പറഞ്ഞ ഈ വികസനവുമായി ബന്ധപ്പെട്ട പറയുന്ന കാര്യങ്ങളിൽ കുറേ കാര്യങ്ങളൊക്കെ ശരി തന്നെ, കുറേ കാര്യങ്ങൾ വേഗമുണ്ടായിട്ടുള്ള കാര്യം ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഞങ്ങൾ വന്നപ്പോൾ മാത്രം നടപ്പാക്കുന്ന ഒരു കാര്യമാണെന്ന രൂപത്തിൽ അതിൽ അവതരിപ്പിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അത് സമരം ചെയ്യാനുള്ള സാഹചര്യം ഇവിടെയുണ്ട്. ഒരുപാട് ജനങ്ങൾക്ക് പരാതിയുണ്ട്. ഇതുവരെ നടന്നിരിക്കുന്ന തിരഞ്ഞെടുപ്പുകൾ, ഉപതെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലുമൊക്കെ അത് പ്രതിഫലിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മാത്രമാണ് വിലയിരുത്തേണ്ടത് എന്ന രൂപത്തിൽ അതിനെ പറയുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. അപ്പോൾ ജനമാണ് പ്രോഗ്രസ് റിപ്പോർട്ട് നൽകേണ്ടത്. അത് ഞങ്ങൾ തന്നെ പരീക്ഷ എഴുതി ഞങ്ങൾ തന്നെ പ്രോഗ്രസ് റിപ്പോർട്ട് നൽകുന്നു എന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നല്ല പ്രോഗ്രസ്സോ എന്നാണ് ചോദ്യം. സുജയ പാർവതി, 328ഓളം പേജിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ സ്മൃതി അതിനെ വളരെ വിമർശനാത്മകമായും എന്നാൽ തന്നെ ചില വികസനങ്ങൾക്ക് വേഗം കൂടിയിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ഈ സർക്കാരിൻ്റെ മാത്രം എന്ന് അവകാശപ്പെടാൻ കഴിയില്ല. സ്മൃതി ഉപയോഗിച്ചൊരു പദപ്രയോഗം എന്ന് പറയുന്നത് സ്വന്തമായിട്ട് പരീക്ഷ എഴുതി, സ്വന്തമായിട്ട് മാർക്കിട്ട്, സ്വന്തമായിട്ട് പ്രോഗ്രസ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. നല്ല പ്രോഗ്രസ് ആണ്. നല്ല പ്രോഗ്രസ് ആണ് സർക്കാരിന്, അതുപോലെ തന്നെ അതിലുള്ള മന്ത്രിമാർക്ക്, CPIM-നും ഒക്കെ നല്ല പ്രോഗ്രസ് ആണല്ലോ ഈ കഴിഞ്ഞ 9 വർഷം കൊണ്ട് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നല്ല പ്രോഗ്രസ് ആയിട്ട് തന്നെയാണ് അതിനെ കാണുന്നത്. കാരണം ഒരു തുടർ ഭരണത്തിലേക്കൊക്കെ വരുമ്പോൾ ആദ്യത്തെ ഒരു 5 വർഷം ഉണ്ടാക്കിയ നേട്ടങ്ങൾ, അതിപ്പോൾ ഓരോ സർക്കാരിൻ്റെ ഭാഗമായിരുന്ന ആളുകളുടെയൊക്കെ ജീവിത രീതിയിൽ, പശ്ചാത്തലത്തിലൊക്കെ വന്നിരിക്കുന്ന മാറ്റങ്ങൾ നിരീക്ഷിച്ചാൽ കൃത്യമായി നമുക്ക് ആ പ്രോഗ്രസ് മനസ്സിലാക്കാൻ സാധിക്കും. സമാനമായ രീതിയിൽ ഇവിടെയും ആ പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ട്. അടുത്ത ഒരു വർഷം കൂടി അവർക്ക് കൂടുതൽ പ്രോഗ്രസ്സിലേക്ക് പോകാനായിട്ടുള്ള ഒരു സാഹചര്യവുമുണ്ട്. ഇവിടെ എടുത്തു പറയുന്ന ഈ ജനക്ഷേമ വികസന ചരിത്രത്തിൻ്റെ 9 വർഷങ്ങൾ എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രോഗ്രസ് ഉണ്ടായിട്ടുണ്ടോ എന്നതിൻ്റെ വിധി എഴുതേണ്ടത് ജനങ്ങളാണ്. അതിപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും അതിനുശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞിട്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ജനങ്ങൾ കൃത്യമായി എത്രയാണ് ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഇട്ടുകൊടുക്കേണ്ട മാർക്ക് എന്നുള്ളത് വ്യക്തമാക്കും. കഴിഞ്ഞ ദിവസം ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിലാണ് എന്ന് തോന്നുന്നു ഓരോ മന്ത്രിമാരുടെയും പ്രവർത്തനം വിലയിരുത്തിക്കൊണ്ട് ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഇട്ടുകൊണ്ട് അവരുടെ ഒരു എഡിറ്റോറിയലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു കണ്ടന്റാണ്. അതിൽ ഓരോ മന്ത്രിയുടെയും വകുപ്പിനെ കൃത്യമായി വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അവരായിട്ട് ഇറക്കിയിരുന്നു. അതിൽ ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് നിയമമന്ത്രി P. രാജീവിനാണ്. വ്യവസായവും നിയമവും കൈകാര്യം ചെയ്യുന്ന മന്ത്രി P. രാജീവിനാണ്. അത് യഥാർത്ഥത്തിൽ ഈ പ്രോഗ്രസ് റിപ്പോർട്ടിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കും അക്കാര്യത്തിൽ P. രാജീവിന് കൂടുതൽ മാർക്ക് കൊടുക്കേണ്ട ഒരു വർഷങ്ങളാണ് കടന്നുപോയത് എന്ന് വ്യക്തമാകും. കാരണം വ്യവസായ മേഖലയിലടക്കം പുരോഗതികൾ ഉണ്ടായിട്ടുള്ള മേഖലകളുണ്ട്. പക്ഷേ അവകാശപ്പെടുന്നത്ര പുരോഗതി ഉണ്ടായിട്ടുണ്ടോ എന്നതാണല്ലോ ഇതിൽ അളവുകോലായി നമ്മൾ എടുക്കേണ്ടത്. അവകാശപ്പെടുന്നത് എത്രയാണ്, അല്ലെങ്കിൽ പ്രകടന പത്രികയിൽ എഴുതി വെച്ചത് എത്രയാണ്, അതിനനുസരിച്ച് അതേ രീതിയിൽ വികസനം അല്ലെങ്കിൽ പുരോഗതി കൊണ്ടുവരാൻ പറഞ്ഞ കാര്യങ്ങൾ അതേപടി നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നതാണ്. ഇവിടെ ഈ 900
വാഗ്ദാനങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. ആ വാഗ്ദാനങ്ങൾ എടുത്ത് അത് ഒരു കോപ്പി പേസ്റ്റ് മെത്തേഡാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. കാരണം ഇടത് സർക്കാരിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന മാനിഫെസ്റ്റോസ് നമ്മളെടുത്ത് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇത് ഈ പ്രോഗ്രസ് റിപ്പോർട്ടിനെ പ്രകടന പത്രികയുടെ ഒരു റീവൈസ്ഡ് വേർഷനായിട്ടാണ് കാണേണ്ടത്. 2016-ലും 2021-ലും LDF സർക്കാർ അധികാരത്തിലേക്ക് വരുന്നതിന് മുന്നോടിയായി വെച്ച ഇലക്ഷൻ മാനിഫെസ്റ്റോ, അതിൻ്റെ ഒരു റീവൈസ്ഡ് വേർഷനാണ് ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്ന ഈ പ്രോഗ്രസ് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷവും ഇറക്കിയ പ്രോഗ്രസ് റിപ്പോർട്ടിലും പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ അതിൻ്റെ ആവർത്തനം വരുന്നു. അതോടൊപ്പം തന്നെ കൂട്ടിച്ചേർക്കലുകൾ വരുന്നു. ഇതിൽ ഓരോ കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയും. വേരിയസ് ഹെഡ്സിലാണ് 900 വാഗ്ദാനങ്ങളുടെ നിർവഹണ പുരോഗതിയാണ്. 900 വാഗ്ദാനവും നടപ്പാക്കി എന്നല്ല അതിൻ്റെ അർത്ഥമെന്നാണ് എൻ്റെ ഒരു പരിമിതമായ അണ്ടർസ്റ്റാൻഡിങ്ങിൽ എനിക്ക് ബോധ്യമാകുന്നത്. പുരോഗതി മാത്രമാണ്, അല്ലാതെ അതിനകത്ത് നടപ്പാക്കി കഴിഞ്ഞു എന്ന് ഈ 900വും പറഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. അത് ആദ്യത്തെ ഒന്നാം സർക്കാരിൻ്റെ കാലത്തായാലും പൂർണ്ണമായും പൂർത്തിയാക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. അതിനു മുൻപ് തന്നെ കോവിഡ് വന്നു, കോവിഡ് കാലത്തെ വാർത്താ സമ്മേളനങ്ങൾ വന്നു, പിന്നീട് ഫോക്കസ് മുഴുവൻ ഷിഫ്റ്റ് ചെയ്തത് അവിടേക്കാണ്. അങ്ങനെയാണ് രണ്ടാമത്തെ ഭരണത്തിലേക്ക് എത്തുന്നത്. അല്ലാതെ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ മുഴുവൻ പൂർത്തീകരിച്ച് ആ പ്രോഗ്രസ് റിപ്പോർട്ടുമായി ആളുകളുടെ വീട്ടിലേക്ക് പോയി ആ പ്രോഗ്രസ് റിപ്പോർട്ട് വെച്ച് ആളുകൾ വോട്ട് ചെയ്തൊന്നുമല്ല രണ്ടാമത്തെ ഭരണത്തിലേക്ക് വന്നത്. അവിടെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടായ വീഴ്ചകളും ഇടത് സർക്കാരിന് നേട്ടമായിട്ടുണ്ട്. ഇവിടെ 20 ലക്ഷം അഭ്യസ്ത വിദ്യർക്ക് ഡിജിറ്റൽ മേഖലയിൽ തൊഴിൽ നൽകുന്നതിന് ബൃഹത്തായ തൊഴിൽ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കും. വാഗ്ദാനം നമ്പർ 1 ആയി കിടക്കുന്നത് ഈ 900-ൽ അതാണ്. അതിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് എന്താണ്? ഈ ഫെബ്രുവരി 21 വരെ 18.83 ലക്ഷം ഉദ്യോഗാർത്ഥികൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്തു. അതിൽ തൊഴിൽ നൽകിയിരിക്കുന്നത് 1.29 ലക്ഷം ഉദ്യോഗാർത്ഥികൾക്കാണ്. അത് മിഷന്റെ പങ്കാളികളായ സ്ഥാപനങ്ങളാണ്. 20 ലക്ഷം എവിടെ കിടക്കുന്നു? 1.29 ലക്ഷം എവിടെ കിടക്കുന്നു? അത് 4 വർഷം പൂർത്തിയായതിനു ശേഷമാണ്, 9 വർഷം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുള്ള ഒരു കണക്കാണിത്. ഈ വിജ്ഞാന കേരളം പരിപാടിയാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലത്തെ ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചത്. അപ്പോൾ വിജ്ഞാന കേരളവുമായി ഒട്ടൊക്കെ ചേർത്ത് 20 ലക്ഷത്തിൽ എത്തിക്കുമായിരിക്കും എന്ന് നമുക്ക് കരുതാം. ഉന്നത തൊഴിലുകൾക്കുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, കേൾക്കാൻ നല്ല ഇമ്പമുള്ള നല്ല വാക്കുകളൊക്കെയാണ് ഓരോ പദ്ധതിക്കും സർക്കാർ ഇട്ടിരിക്കുന്നത്. പക്ഷേ അതിൽ എത്ര എണ്ണം നിർവഹിച്ചിട്ടുണ്ട് എന്ന് ചോദിക്കുമ്പോൾ, തൊഴിൽ ഇത്ര പേർക്ക് കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ കൃത്യമായ കണക്കുകൾ ഇതിൽ പറയുന്നില്ല എന്നതുകൂടി നമ്മൾ മനസ്സിലാക്കണം. 7 ലക്ഷം തൊഴിലവസരങ്ങളുടെ വിവരം ലഭ്യമാക്കാൻ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുമായി കരാറിൽ ഒപ്പിട്ടിട്ടുണ്ട്. ആ വിവരങ്ങൾ ലഭ്യമാക്കാൻ പോകുന്നതേ ഉള്ളൂ, കരാറായിട്ടേ ഉള്ളൂ മാഡം. അല്ലാതെ ഇതൊക്കെ എവിടെ നടപ്പാക്കിയെന്നാണ് മാഡം കരുതുന്നത്? നടപ്പാക്കിയിട്ടൊന്നുമില്ല. ഇതൊക്കെ നടപ്പാക്കും എന്ന് പറയുന്നതേ ഉള്ളൂ. അത് പറയാമല്ലോ, കാരണം പ്രോഗ്രസ് റിപ്പോർട്ടാണല്ലോ. ഈ പ്രോഗ്രസ് റിപ്പോർട്ട് കിട്ടിക്കഴിയുമ്പോൾ സാധാരണ സ്കൂളുകളിലൊക്കെ കുട്ടികൾ ഈ ഒരു 3-4 മാർക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് ഇതൂടെ ചേർത്തിട്ട് ഞാൻ 50-ൽ 50 കൊണ്ട് വരുമെന്ന് പറയുമല്ലോ. അതുപോലെ ഈ കണക്കിങ്ങനെ എണ്ണിക്കൂട്ടി ഉറപ്പിക്കുകയാണ്. 20 ലക്ഷം എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കണക്ക് പല ഹെഡ്സിലായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. അല്ലാതെ യഥാർത്ഥത്തിൽ അവിടെ കൊടുത്തിട്ടില്ല എന്നുള്ളൊരു വസ്തുത ഓരോ കാര്യം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കഴിയും. ഇനി IT പാർക്കുകളുടെ സംരംഭം, ഇഗ്നൈറ്റ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം തുടങ്ങിയ കാര്യങ്ങൾ ഇതെല്ലാം തുടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ എന്ന് പറയുന്നത് പദ്ധതികൾ തുടങ്ങുന്നതാണ്. അല്ലാതെ അവിടെ ആളുകൾക്ക് നേരിട്ട് ഡയറക്റ്റ് ബെനിഫിറ്റ് കൊണ്ടുവരുന്ന കാര്യങ്ങളിൽ എത്രത്തോളം നടപ്പാക്കിയിട്ടുണ്ട് എന്നത് കൂടി നമ്മൾ നോക്കണം. അങ്ങനെ ഓരോ ഹെഡ്സായി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിലെ കാര്യങ്ങൾ പ്രതിപക്ഷത്തിന് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ കരുതുന്നത് ഈ 326 പേജുകളാണുള്ളത്. അപ്പോൾ 326 പേജിലൂടെയും പ്രതിപക്ഷം കടന്നു പോവുകയും അതിൽ ഓരോന്നിൻ്റെയും എന്തൊക്കെയാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്, അത് പ്രകടന പത്രികയിലെ വാഗ്ദാനത്തിനപ്പുറം നടപ്പാക്കിയത് എന്തൊക്കെയാണ് എന്നത് കൃത്യമായി തുറന്നു കാട്ടാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞാൽ മാത്രമേ ഈ 3-ാം ഊഴം തടയാൻ കഴിയുള്ളൂ കേട്ടോ. അല്ലാത്ത പക്ഷം ഇതുപോലത്തെ തന്നെയുള്ള പ്രോഗ്രസ് റിപ്പോർട്ടുകൾ നേരത്തെയും വരുമ്പോൾ അതൊന്നും ഇഴകേറി പരിശോധിക്കാനൊന്നും പ്രതിപക്ഷത്തിന് സമയമില്ല. എവിടെ സമയം? അതിലെ അവിടെ ഇവിടെയുമായി 1-2 പേജുകളിലെ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇത്തവണ അത് ഉണ്ടാകരുത്. അതിനാണ് ഞാൻ ആദ്യത്തെ കാര്യം മുതൽ ചൂണ്ടിക്കാട്ടിയത്. ഇവിടെ ഇനി പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ നടപ്പാക്കുന്നതിലെ പുരോഗതി പറഞ്ഞിരിക്കുന്നു. അതിനെ ഞാൻ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. കാരണം ചില കാര്യങ്ങളൊക്കെ നടപ്പാക്കുന്നതിൽ ഒരു മുന്നോട്ട് പോക്ക് സാധിച്ചിട്ടുണ്ട് സർക്കാരിന് എന്നത് നമുക്കിത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. പ്രത്യേകിച്ചും ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഇപ്പോൾ സ്വകാര്യ സർവകലാശാലകൾ വരുന്നതടക്കമുള്ള കാര്യങ്ങളിൽ സർക്കാർ ഒരു നിലപാടെടുത്തിരിക്കുകയാണ്. അങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ കുട്ടികളൊക്കെ മറ്റ് രാജ്യങ്ങളിലേക്ക് അല്ലെങ്കിൽ മറ്റ് പുറത്ത് ഉള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പഠിക്കാനും അതിനുശേഷം അവിടെ ജോലി ചെയ്യാനും ഒക്കെ ആയിട്ട് പോകുന്നതിന് തടയിടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അത് സർക്കാരിൻ്റെ ഒരു വാഗ്ദാനവുമായിരുന്നു. എന്തായാലും അങ്ങനെയുള്ള പുതിയ പ്രോത്സാഹന നയങ്ങൾ അത് പ്രാവർത്തികമാകുന്ന രീതിയിലേക്ക് കൊണ്ടുവരാൻ എന്തായാലും സാധിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യം ദേശീയപാതയുടേതാണ്. ദേശീയപാതയുടെ കാര്യം മുഖ്യമന്ത്രി പ്രസംഗിച്ചപ്പോഴും പറഞ്ഞു. ദേശീയപാത 66 അത് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് ഞാൻ കേട്ടത് ഇതെല്ലാം കേന്ദ്രത്തിൻ്റെയാണ്, ഇത് ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ല എന്നൊക്കെയാണ്. പക്ഷേ ഇന്നെന്തായാലും ഇപ്പോൾ ഈ പൂർണ്ണമായും ഉപേക്ഷിക്കപ്പെട്ട പദ്ധതിയിൽ സംസ്ഥാനം ക്രിയാത്മക ഇടപെടൽ നടത്തി ആ ഇടപെടൽ തുടരും എന്നതാണ് എഴുതി ചേർത്തിരിക്കുന്നത്. അതിൽ കണക്കും പറയുന്നുണ്ട്. 7 സ്ട്രെച്ചുകളിൽ പണി പൂർത്തിയാക്കി. ഭൂമി ഏറ്റെടുക്കലിന് ഡോക്ടർ അരുൺ കഴിഞ്ഞ ദിവസം വിശദീകരിച്ച് പറഞ്ഞ കണക്ക് 5580 കോടി രൂപ സംസ്ഥാന വിഹിതമായി നൽകി. ഇനി ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, പ്രോജക്റ്റ് പൂർത്തിയാക്കുന്നതിന് ഇടപെടൽ നടത്തും എന്നുള്ളതാണ്. അപ്പോൾ ഈ വിള്ളലുണ്ടായ ഭാഗങ്ങളിലെ വിള്ളൽ അടയ്ക്കുന്നതിനടക്കം ഇടപെടും എന്നുള്ളതാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയാണല്ലോ പ്രോജക്റ്റ് പൂർത്തിയാവുന്നത്. അപ്പോൾ സംസ്ഥാന സർക്കാർ മാറി
നിൽക്കുകയാണ്, കേന്ദ്രത്തിൻ്റെതാണ്, NHAയുടേത് മാത്രമാണ് എന്ന് പറയുന്നതിൽ കാര്യമില്ല. അപ്പോൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് മുഖ്യമന്ത്രി തന്നെ തിരുത്തി പറയുന്നതാണ് നമ്മൾ കണ്ടത്. ഇവിടെ ഈ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അത് കൂടുതൽ ചർച്ചയ്ക്ക് വിധേയമാകണമെന്നതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം 900 കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ 900 വാഗ്ദാനങ്ങൾ 900 നടപ്പാക്കിയെന്ന് നമ്മൾ അങ്ങനെ ഒരു 1000 നാവോടുകൂടി പറയുന്നതിനപ്പുറം എന്തൊക്കെയാണ് ഈ 900 കാര്യങ്ങളെന്നും അതിൽ എന്തൊക്കെ നടപ്പാക്കിയിട്ടുണ്ട് എന്നതും കൂടി വസ്തുതകളായി പുറത്തേക്ക് വരികയാണെങ്കിൽ നന്നായിരിക്കും. അപ്പോൾ പറഞ്ഞു പോകുന്നതും നടപ്പാക്കിയതും ഇപ്പോൾ 20 ലക്ഷം എന്നുള്ളത് 1.28 ലക്ഷമായി മാറിയത് ആ ഒറ്റ ഹെഡ് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കുന്ന കാര്യമാണ്. ഈ സ്റ്റാർട്ടപ്പുകളുടെ കാര്യം 2016 300 സ്റ്റാർട്ടപ്പുകളാണ്, അത് 2025 ആകുമ്പോഴേക്കും 6400 എന്ന് പറയുന്നു. അതിൽ തൊഴിലവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്ന അതായിരുന്നല്ലോ ടാർഗറ്റ്. സ്റ്റാർട്ടപ്സ് എത്ര എണ്ണം കൊണ്ടുവരുന്നതിനൊപ്പം തൊഴിലവസരങ്ങളിലും ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. 64,000 തൊഴിലവസരങ്ങളാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. അതിനും അപ്പുറത്തേക്ക് പോകും എന്നുള്ള കൃത്യമായ എണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ എണ്ണത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എന്നതും ഒരു കാര്യമായി എവിടെ കിടക്കുന്നുണ്ട്. പുതിയ സംരംഭങ്ങൾ, സംരംഭകത്വ പ്രോത്സാഹനമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞത്. ഈ സംരംഭകത്വ പ്രോത്സാഹത്തിനിടയിൽ ഇവിടെ സംരംഭം തുടങ്ങാൻ വന്ന പലർക്കും നേരിട്ടിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഇക്കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചർച്ചയായത് ജനത്തിന് എന്തായാലും മറക്കാൻ സമയമായിട്ടില്ല. സുഗതനായാലും ആന്തൂറായാലും എല്ലാം എല്ലാവരുടെയും ഓർമ്മയിലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ 3,53,133 പുതിയ സംരംഭങ്ങൾ, ഈ പ്രോത്സാഹനം നൽകിയ ഈ സംരംഭങ്ങളിൽ എത്ര എണ്ണം ഇപ്പോൾ തുടരുന്നുണ്ട്? ആ ഒരു കണക്ക് കൂടി പ്രതിപക്ഷം എടുക്കണം. എത്ര സംരംഭങ്ങൾ ഈ പ്രോത്സാഹിപ്പിച്ച് തുടങ്ങിയ സംരംഭങ്ങളിൽ എത്ര എണ്ണം നടക്കുന്നുണ്ട് എന്നുള്ള ഒരു കണക്ക് കൂടി വരണമല്ലോ. തുടങ്ങിയതിൻ്റെ കണക്ക് മാത്രമേ ഉള്ളൂ, പ്രവൃത്തി നടക്കുന്നതിൻ്റെ അല്ലെങ്കിൽ കൃത്യമായി മുന്നോട്ട് പോകുന്നതിൻ്റെ കണക്കൊന്നും ഇതിലില്ല. ഈ കോവിഡ് കാല വാർത്താ സമ്മേളനങ്ങളിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒന്നാം പിണറായി സർക്കാരിൻ്റെ ഈ ഒരു ടൈം, അതായത് 4 വർഷം പൂർത്തിയാക്കുന്ന സമയം, ആ സമയത്താണ് കോവിഡ് വരുന്നത്. കോവിഡ് ചൈനയിൽ നിന്ന് വന്ന് തൃശ്ശൂരിൽ വന്ന് കേരളത്തിലേക്ക് എത്തുന്നത് ആ ഒരു സമയത്താണ്. ഈ അവസാന വർഷമാണ്. ആ ഒറ്റ വർഷം മുഴുവൻ ഈ 6 മണി വാർത്താ സമ്മേളനങ്ങളായിരുന്നു. 6 മണി വാർത്താ സമ്മേളനങ്ങളിൽ ഈ പ്രോഗ്രസ് റിപ്പോർട്ടല്ല കോവിഡിനെ നേരിടുന്നത് എങ്ങനെ, കേരളത്തിൻ്റെ മാതൃക എങ്ങനെ, അങ്ങനെ നിങ്ങൾ എങ്ങനെയാണ് പൂച്ചയ്ക്കും അണ്ണാനും ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ കരുതൽ കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള കരുതൽ വാർത്താ സമ്മേളനങ്ങളായിരുന്നു ആ ഒരു വർഷം. ഇത്തവണ എന്തായാലും അങ്ങനെ കരുതൽ കൊടുക്കാനായി പ്രകൃതി ദുരന്തങ്ങളില്ല, ഓഖിയില്ല, പ്രളയമില്ല, ഒന്നുമില്ല. അപ്പോൾ ഈ പ്രോഗ്രസ് റിപ്പോർട്ട് വെച്ചുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത ഒരു വർഷക്കാലം ക്യാമ്പയിൻ നടത്തണം. അപ്പോൾ ആ ക്യാമ്പയിൻ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ടായി കൂടി ഇതിൻ്റെ കണ്ടന്റിനെ കാണേണ്ടതുണ്ട്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് തന്നെയാണ് ഈ 4ാം വർഷം പിണറായി വിജയൻ സർക്കാർ ഇറക്കിയിരിക്കുന്നത്. ഇതിൽ സോഷ്യൽ വെൽഫെയർ, സാമൂഹ്യക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ സാമൂഹ്യക്ഷേമ പെൻഷനൊക്കെ റെഗുലറൈസ് ചെയ്തു എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. പക്ഷേ 2 ഗഡു ഇപ്പോഴും കുടിശ്ശികയാണ് എന്നത് നമ്മുടെ മുന്നിലുള്ള വസ്തുതയാണ്. അത് കൊടുത്തു തീർക്കുമെന്ന് പറയുന്നു. എന്തായാലും അതെന്താണ് എന്നുള്ളത് നമുക്ക് കണ്ട് അറിയേണ്ട കാര്യമാണ്. അതോടൊപ്പം തന്നെ കാരുണ്യ പദ്ധതി അടക്കമുള്ള ഈ ആരോഗ്യരംഗത്തെ പദ്ധതികൾ പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞ കാര്യങ്ങളിൽ എത്രത്തോളം പൂർത്തീകരണമായിട്ടുണ്ട് അതും ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ കൃത്യമായി വരേണ്ട കാര്യമാണ്. അതുപോലെ തന്നെ മത്സ്യമേഖല, മത്സ്യത്തൊഴിലാളികൾ, നമുക്ക് മുതലപ്പുഴയിലെ സാഹചര്യം അറിയാമല്ലോ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലുമൊക്കെ സംസാരിച്ച കാര്യമാണ്. അതിൽ മത്സ്യത്തൊഴിലാളികളെ കുറിച്ച് പറയുന്നത് അവർക്ക് സുരക്ഷിത മേഖലയിലേക്ക് മാറി താമസിക്കാൻ 10 ലക്ഷം രൂപ വീതം ധനസഹായം നൽകുന്ന പുനർഗേഹം, ഈ പുനർഗേഹം സമയബന്ധിതമാക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ ഫ്ളാറ്റ് നിർമ്മാണമൊക്കെ പൂർത്തിയാക്കി എത്ര പേർക്ക് കൃത്യമായി താമസിക്കാൻ അതിൽ സാധിച്ചിട്ടുണ്ട്? തിരുവനന്തപുരത്തെ കാരോട്, ഭീമാപ്പള്ളി 20, മലപ്പുറം പൊന്നാനിയിലെ 128 ഈ ഭവന സമുച്ചയങ്ങൾ നിർമ്മിക്കുന്നതിന് വിവിധ ജില്ലകളിൽ പുനരധിവസിപ്പിക്കേണ്ട ഗുണഭോക്താക്കൾക്കായി ഭവന സമുച്ചയങ്ങൾ നിർമ്മിക്കുന്നതിനായി ഭൂമി കണ്ടെത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നു എന്നുള്ളതാണ് ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ അതേക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഈ നടത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, ഇതുവരെ ആ പുനർഗേഹത്തിലേക്ക് ആളുകൾക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഒരു കാര്യം അവിടെ കാണേണ്ടത്. അതോടൊപ്പം തന്നെ ഫിഷിംഗ് ഹാർബറിനെ കുറിച്ച് പറയുന്നത് UDF-മായുള്ള കമ്പാരിസൺ ആണ്. അതിൽ LDF തന്നെയാണ് മുന്നിൽ. UDF കാലത്ത് ഒരെണ്ണമാണ് പൂർത്തീകരിച്ചത്, പുതിയ ഒരെണ്ണം തുടങ്ങി. LDF 8 എണ്ണം പൂർത്തീകരിച്ചു എന്ന് പറയുന്നു. അപ്പോൾ അതിൽ പരപ്പനങ്ങാടി, ചെത്തി ഈ 2 ഫിഷിംഗ് ഹാർബറുകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. അതോടൊപ്പം തന്നെ റോഡുകളുടെ കാര്യം വലിയ രീതിയിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. തീരദേശ ഹൈവേ ആയാലും അതുപോലെ തന്നെ മലയോര റോഡുകളായാലും ഇക്കാര്യങ്ങളിൽ ഈ മത്സ്യത്തൊഴിലാളികളുടെ മുതലപ്പൊഴി അതടക്കമുള്ള വിഷയങ്ങളിൽ ഇനിയിപ്പോൾ പൂർത്തിയാക്കാനുള്ള കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് എടുത്തു പറയുന്നില്ല എന്നതുകൂടി ഈ ഒരു റിപ്പോർട്ട് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കടൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് മറൈൻ ആംബുലൻസ്, സീ റെസ്ക്യൂ സ്ക്വാഡ്, കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങൾ ഇതെല്ലാം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ മുതലപ്പൊഴി അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇതൊന്നും ഇല്ല എന്നുള്ളത് ഈ കഴിഞ്ഞ 2 ആഴ്ചക്കാലത്തെ അപകടങ്ങളിൽ നിന്ന് ഒക്കെ നമുക്ക് മനസ്സിലായ കാര്യങ്ങളാണ്. അപ്പോൾ ഉണ്ട് എന്ന് പറയുന്ന പല കാര്യങ്ങളും ഇല്ല എന്നാണ്. ഈ 326 പേജ് എനിക്കും വായിച്ചു നോക്കാൻ പൂർണ്ണമായി സമയം കിട്ടിയിട്ടില്ല. പക്ഷേ അത് ഓടിച്ചു നോക്കിയപ്പോൾ പല ഹെഡുകളിലും ഉണ്ട് എന്ന് പറയുന്ന കാര്യങ്ങൾ ഇല്ല എന്നുള്ളത് സമീപകാലത്തെ യാഥാർത്ഥ്യമായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് ഡോക്ടർ അരുണിന് സമർത്ഥിക്കാം. എന്തായാലും ചിലതൊക്കെ ഇല്ല എന്നുള്ളത് പൊതുജനം കണ്ടതുപോലെ ഞാനും കണ്ടതുകൊണ്ട് ഞാനത് പറയുന്നു. അപ്പോൾ പ്രോഗ്രസ് നല്ല രീതിയിലുണ്ട്. സർക്കാരിന്, മന്ത്രിമാർക്ക്, എല്ലാവർക്കും അവരുടെ ഒരു രാഷ്ട്രീയ മേഖലയിലായാലും അതുപോലെ തന്നെ സർക്കാരിൻ്റെ കാര്യത്തിലായാലും ഒക്കെ വലിയ പ്രോഗ്രസ് ഉണ്ട് എന്നതാണ് എൻ്റെ അഭിപ്രായം. സർക്കാസ്റ്റിക് യെസ് ആണ്. അപ്പോൾ ഇത് പ്രോഗ്രസ് ഉണ്ടെന്നോ ഇല്ലെന്നോ? പ്രോഗ്രസ് ഉണ്ട് എന്നാണ്. നല്ല പ്രോഗ്രസ് അവതരിപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടിൽ എന്നുള്ളതാണ് ചോദ്യം. ഇത് ഈ ഇടതുപക്ഷ സർക്കാരിന് ആത്മവിശ്വാസം നൽകുന്ന പ്രോഗ്രസ് ആണ് എന്നാണ് എൻ്റെ പക്ഷം. 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്,
അടിസ്ഥാന പശ്ചാത്തല വികസനത്തിൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രസ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സാമൂഹ്യക്ഷേമത്തിൻ്റെ കാര്യത്തിലും ഏറെക്കുറെ മെച്ചമായ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് ഈ സർക്കാരിന് പറയാനുണ്ട്. പക്ഷേ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്നത് പോലെയുള്ള നേട്ടങ്ങളുണ്ടോ എന്ന് ചോദിച്ചാൽ അത്രയും നേട്ടങ്ങളില്ല എന്ന് തന്നെയാണ് ഞാൻ പറയുക. എന്നാൽ ഇത് സർക്കാരിന് ആത്മവിശ്വാസം നൽകുന്നു എന്ന് പറയാനുള്ള കാരണം എന്താണ്? കഴിഞ്ഞ 4 വർഷങ്ങളിൽ രണ്ടാം പിണറായി സർക്കാർ കടന്നുപോയ സാമ്പത്തിക പ്രതിസന്ധി ചെറുതല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയാണ്. ഒരു ഭാഗത്ത് കോവിഡ് എന്ന് പറയുന്ന മഹാമാരി, ആ മഹാമാരി മൂലം സംസ്ഥാനത്തിൻ്റെ റവന്യൂവിലേക്ക് വരേണ്ട വിഹിതങ്ങൾ നഷ്ടപ്പെട്ടത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കിഫ്ബിയുടെയും പെൻഷൻ ഫണ്ടിൻ്റെയും പേരിൽ നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ടിയിരുന്ന കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെടുത്തിയത്. അതെങ്ങനെയാ ഞാൻ ആ കണക്കുകളൊന്ന് പറയാം. അവിടെ നിന്നും തുടങ്ങാം. നേരത്തെ കിഫ്ബിയുടെ കാര്യം സ്മൃതി ഉന്നയിച്ചതുകൊണ്ടാണ് എനിക്കതിന് മറുപടിയുണ്ട്. എന്താണ് കിഫ്ബിയുടെ കണക്കിൽ സംഭവിച്ചത്? 2 താരതമ്യങ്ങളാവാം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ അവസാനത്തെ 3 വർഷം വികസനത്തിന് വേണ്ടിയിട്ട് ചെലവാക്കിയ മൂലധന ചെലവ് എത്രയാണ് എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. അവസാനത്തെ 3 വർഷം 16,049 കോടി രൂപയാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ നിന്ന് മൂലധന ചെലവിലേക്ക് വകയിരുത്തിയിരിക്കുന്നത്. അവസാനത്തെ 3 വർഷം പിണറായി സർക്കാരിൻ്റെ കാലത്തോ ഇക്കഴിഞ്ഞ അവസാനത്തെ 3 വർഷം മാത്രം നോക്കിയാൽ മതി, 59,630 കോടി രൂപയാണ് ബഡ്ജറ്റിലും കിഫ്ബിയിലുമായി വകയിരുത്തിയിരിക്കുന്നത്. അതിൽ കിഫ്ബിയിൽ മാത്രം 17,857 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. കിഫ്ബിയുടെ പ്രോജക്റ്റിൽ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. കിഫ്ബിയും പെൻഷൻ ഫണ്ടും ഈ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തിയത് മൂലം FRBM ആക്ട് പ്രകാരം നമുക്ക് ലഭിക്കേണ്ട ഈ വായ്പയുടെ പരിധിയിൽ നിന്നത് ഒഴിവാക്കപ്പെടുന്നു. നോക്കൂ, GDP-യുടെ 2.44%, GDP-യുടെ 2.9% മാത്രമാണ് നമുക്ക് വായ്പ എടുക്കാൻ ഇപ്പോൾ കഴിയുന്നുള്ളൂ. കാരണം എന്താ? അത് കഴിഞ്ഞ 2 വർഷങ്ങളിലെ കണക്കാണ്. കാരണം ഈ പെൻഷൻ ഫണ്ടും കിഫ്ബിയും നമ്മുടെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായി. 3.5 വേണ്ടെടുത്ത് നമുക്ക് ലഭിക്കുന്നത് ഇപ്പോൾ 2.9% മാത്രമാണ്. എന്തുകൊണ്ടാണ് ഈ സാഹചര്യം ഉണ്ടാവുന്നത്? എത്രയാണ് അതിൻ്റെ നഷ്ടമുണ്ടാവുന്നത്? ഏകദേശം 19,000 കോടി രൂപയുടെ നഷ്ടം ഈ കഴിഞ്ഞ 3 വർഷം കൊണ്ട് മാത്രം ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഈ പരിമിതിയിൽ നിന്നുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഇത്രയും മികച്ച പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. ഞാനിനി ഒരു കണക്ക് കൂടി പറയാം. ട്രഷറി പൂട്ടിപ്പോകുന്ന കാലത്ത് നിന്നും ട്രഷറി ഒരു ദിവസം പോലും പൂട്ടാതിരിക്കുകയും എന്നാൽ കൃത്യമായി ട്രഷറി നിയന്ത്രണം പല കാലഘട്ടങ്ങളിലും കൊണ്ടുവരികയും ചെയ്തൊരു സർക്കാരാണ്. പൂർണ്ണമായിട്ടും ട്രഷറി പൂട്ടിയിട്ടില്ല എന്ന് ഓർമ്മിക്കണം. അതിൽ എത്രയാണ് നമ്മളുടെ നികുതി വരുമാനത്തിലെ വർധനവ്? ചെറുതല്ലാത്ത വർധനവില്ല. ഞാൻ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നത് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പ്രേക്ഷകർ കേൾക്കണം എന്നുള്ളത് കൊണ്ടാണ്. ഈ നികുതി വരുമാനത്തിലെ വർധനവിനെ കുറിച്ച് കൂടി ഞാൻ പറയാം. തനത് നികുതി വരുമാനത്തിൽ 2021-25 71.66% വർധനവാണ് കഴിഞ്ഞ 4 വർഷങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. തനത് നികുതി വരുമാനത്തിൻ്റെ വർധനവ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സംസ്ഥാനം ആഭ്യന്തര വളർച്ചാ നിരക്ക് മെച്ചപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നോക്കൂ, ആകെ റവന്യൂ നികുതിയുടെ വരുമാനത്തിൽ തനത് നികുതി വരുമാനത്തിൻ്റെ പങ്കെന്ന് പറയുന്നത് 68.69 ആയിരുന്നു 2015-16, അത് 72% വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ കണക്കുകൾ വെച്ച് നോക്കിയാൽ പോലും ഉമ്മൻചാണ്ടി സർക്കാരിനെ കമ്പയർ ചെയ്താൽ അത് രണ്ടാം പിണറായി സർക്കാരിനെ സംബന്ധിച്ചൊരു മികച്ച പ്രോഗ്രസ് ആണ് എന്നുള്ളതാണ് എൻ്റെ കണക്ക്. ഇനി കണക്ക് മാറ്റി നിർത്തൂ. നമ്മുടെ മുന്നിൽ ഒരു വസ്തുതയുണ്ട്. മലാപ്പറമ്പ് സ്കൂളിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. മലാപ്പറമ്പ് എന്താ സ്കൂള്? കോഴിക്കോട് മലാപ്പറമ്പ്. സ്കൂളിൻ്റെ പ്രത്യേകത എന്താ? ആ സ്കൂള് അർദ്ധരാത്രിയിൽ ഇടിച്ചു പൊളിച്ച് കളയാൻ വന്നതാ. എന്താ കാര്യം? നഷ്ടത്തിലോടുന്ന, ഇതൊരു സ്കൂൾ മാത്രമായിരുന്നില്ല കേട്ടോ, 4,400-ലധികം സ്കൂളുകൾ അന്ന് ലാഭകരമല്ല എന്നതിൻ്റെ പേരിൽ പൊതുവിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും ദയനീയമായൊരു ചിത്രം നമുക്കുണ്ടായിരുന്നു. അന്ന് ആ അവസ്ഥയിൽ നിന്ന് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന് പറയുന്ന ഒരു പദ്ധതി തുടങ്ങി ഒന്നാം പിണറായി സർക്കാർ. രണ്ടാം പിണറായി സർക്കാർ ഇതിൻ്റെ തുടർച്ചയാണ്. അന്ന് 4,400-ഓളം സ്കൂളുകൾ പൂട്ടാനിരുന്നിടത്ത് നിന്ന് 45,000-ഓളം ക്ലാസ് റൂമുകൾ ഹൈടെക്കായി മാറിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിൻ്റെ ഒരു കഥയിലേക്ക് നമ്മൾ മാറി. ആ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഫലം കണ്ടു. അതുപ്രകാരം ഗവൺമെൻറ് സ്കൂളുകളിലേക്ക് വന്ന കുട്ടികളുടെ എണ്ണം വർദ്ധിച്ചു. സ്കൂളുകൾ മികച്ച നിലവാരത്തിലുള്ള സ്കൂളുകളായി മാറി, സ്മാർട്ട് ക്ലാസ് റൂമുകളായി മാറി. ഇവിടെയാണ് കിഫ്ബിയുടെ മറ്റൊരു പ്രോജക്റ്റിൻ്റെ കാര്യത്തെക്കുറിച്ച് നമ്മൾ പറയുന്നത്. കിഫ്ബി ഏറ്റവും കൂടുതൽ ചെലവഴിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ മേഖലയിലും ആരോഗ്യ മേഖലയിലും സാധാരണക്കാരൻ്റെ നിത്യജീവിത ഉപാധിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലുമാണ്. ആ കണക്ക് കൂടി ഞാൻ പറയാം, അതുകൂടി കേൾക്കണം. കിഫ്ബിയെക്കുറിച്ചുള്ള ചോദ്യം വന്നതുകൊണ്ടാണ്. കിഫ്ബി 43,250 കോടി രൂപയുടെ 889 പ്രോജക്റ്റുകൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട്. ഇതുവരെയുള്ള കണക്കുകൾ 1ഉം 2ഉം പിണറായി സർക്കാരിൻ്റെ കണക്കുകൾ എടുത്താൽ 88,070.26 കോടി രൂപയുടെ 1,156 പദ്ധതികൾക്കാണ് അംഗീകാരം നൽകിയിരിക്കുന്നത്. ഇതിൽ 706 പദ്ധതികൾ ടെൻഡർ ചെയ്തു. 38,671 കോടി രൂപയുടെ പദ്ധതികൾ ഇപ്പോൾ ടെൻഡർ ചെയ്ത് അതിൻ്റെ പണി തുടങ്ങിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം
ഈ കിഫ്ബി ഏറ്റെടുത്തിരിക്കുന്ന പദ്ധതികളിൽ 56ഓളം പദ്ധതികൾ കിഫ്ബിക്ക് വരുമാനം ഉണ്ടാക്കുന്നതാണ്. അതാണ് വരുമാനം ഉണ്ടാക്കുന്ന എത്ര പദ്ധതികളുണ്ടെന്ന് ചോദിച്ചു. ആ പദ്ധതികൾ കാരണം എന്താണ്? ഇത് വായ്പാ പരിധി നോക്കൂ, നമ്മൾ തുടങ്ങുന്ന സമയത്ത് വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിരുന്നോ? വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തിയാൽ നമുക്ക് ഈ പണം എവിടെ നിന്ന് കണ്ടെത്താൻ പറ്റും? കിഫ്ബിയിലെ തിരിച്ചടവ് എങ്ങനെയാണ്? കിഫ്ബിയിലെ തിരിച്ചടവ് പ്രധാനമായിട്ടും വരുമാനം ലഭിക്കാവുന്ന 56ഓളം പദ്ധതികൾ കിഫ്ബിക്ക് സ്വന്തമായിട്ടുണ്ട്. ഇതുകൂടാതെ പെട്രോളിൻ്റെ ഡീസലിൻ്റെയും സെസ്, ഇതുകൂടാതെ എന്താ ഉള്ളത്? ഇതുകൂടാതെ മോട്ടോർ വാഹന വകുപ്പിൻ്റെ നികുതിയുടെ പകുതി, ഇത്രയുമാണ് കിഫ്ബിയുടെ തിരിച്ചടവായിട്ട് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഈ കിഫ്ബിയുടെ പണം നമ്മൾ കടമെടുത്തപ്പോൾ എന്ത് സംഭവിച്ചു? മറ്റു വികസന പ്രവർത്തനങ്ങൾക്ക് ലഭിക്കേണ്ട തുക കേന്ദ്രം കുറവ് ചെയ്തു. അത് വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തി. കിഫ്ബി എടുത്ത ലോണിനെ സംസ്ഥാന സർക്കാരിൻ്റെ വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തുന്ന സാഹചര്യത്തിലാണ് ടോളിനെ കുറിച്ച് ആലോചിക്കുന്നത്. നമ്മൾ വിശദമായി ചർച്ച ചെയ്തതാണ് ആ വിഷയം. അതുകൊണ്ട് കേന്ദ്ര സർക്കാർ സാമ്പത്തിക ഞെരുക്കം കൊണ്ടുവരുന്ന സമയത്ത് മറ്റു വഴികൾ ആലോചിക്കേണ്ടി വരും. നമുക്ക് വളർന്നല്ലേ പറ്റൂ, നമ്മുടെ സ്കൂളുകൾ മികച്ചതായല്ലേ പറ്റൂ, നമ്മുടെ ആശുപത്രികൾ മികച്ചതായല്ലേ പറ്റൂ. അപ്പോൾ ആ 56 പദ്ധതികൾ ഏതാണെന്ന് എന്ന് കൂടി ഞാൻ പറയാം. എല്ലാമല്ല, കൊച്ചി പെട്രോ കെമിക്കൽസ്, ലൈഫ് സയൻസ് പാർക്ക്, കിൻഫ്രയുടെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട്, അതുപോലെ വയനാട് കാർബൺ ന്യൂട്രൽ കോഫി പാർക്ക്, കെ ഫോൺ, വഴിവിളക്ക്, ഒരുപാട് സംരംഭങ്ങൾ. ഇതിൽ പല സംരംഭങ്ങളും തിരിച്ച് സർക്കാരിന്, ഇപ്പോൾ ട്രാൻസ്ഗ്രിഡ് പോലുള്ള പദ്ധതികൾ, അത് കിഫ്ബി സർക്കാരിന് കൊടുക്കുന്ന പദ്ധതിയാണ്. അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ മൂലധന ചെലവും അതിൻ്റെ ഏകദേശം 3 മടങ്ങാണ് പിണറായി സർക്കാരിൻ്റെ കാലത്തെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നീക്കിവെച്ചിരിക്കുന്ന ബഡ്ജറ്റിലെയും കിഫ്ബിയിലെയും കണക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ആ കണക്ക് തന്നെ നമ്മളോട് പറയുന്നത് എന്താ? നിങ്ങൾക്ക് 10 മാർക്ക് കിട്ടിയ ഒരു കുട്ടിയും 30 മാർക്ക് കിട്ടിയ കുട്ടിയും തമ്മിലുള്ള പ്രോഗ്രസിൻ്റെ വ്യത്യാസമാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന് 10 മാർക്കാണെങ്കിൽ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ 3 വർഷത്തെ നമ്മൾ താരതമ്യം ചെയ്താൽ അതിൽ വരുന്നത് 30 മാർക്കാണ് ഡിഫറൻസ് ഉണ്ടാവുന്നത്. ബഡ്ജറ്റിന്റെ പുറത്ത് പണം കണ്ടെത്തുകയാണ്. ബഡ്ജറ്റിന്റെ പുറത്താണ് പണം കണ്ടെത്തുന്നത്. ആ പണമാണ് പരിധിയില്ലാതെ കടമെടുക്കാമെന്നുള്ളതിനാണ് കേന്ദ്രം തടയിട്ടത്. അല്ലല്ല, പരിധിയില്ലാതെ അങ്ങനെയാണെങ്കിൽ എന്നെ ചെയ്യിക്കോ? എന്റെ ചെയ്ക്ക് ബാധകമല്ലാത്തൊരു നിയമം എങ്ങനെയാണ് കേരളത്തിലെ പറയുന്നുണ്ട്. CAG-ക്ക് ഇത് കോടതി കിടക്കുന്ന കേസാ. ഇപ്പൊ കിഫ്ബിയുടെ വിഷയത്തിൽ എന്താ നിൽക്കുന്നത്? മസാല ബോണ്ട് കൃത്യമായിട്ട് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിൽ ചില ആരാണെന്ന് പറഞ്ഞിട്ട് കാര്യം നടത്തുമ്പോൾ അങ്ങോട്ട് പറഞ്ഞേക്കൂ, അങ്ങോട്ട് അടയ്ക്കുന്ന തുക എന്താണെന്ന്, വാങ്ങിയ തുക എന്താണെന്ന് നമ്മുടെ മുന്നിലുണ്ടല്ലോ. പറയണേക്കൂ, ദ സ്റ്റേറ്റ് ഹാഡ് യൂസ്ഡ് ഇൻസ്ട്രുമെന്റ്സ് ലൈക്ക് കിഫ്ബി ആൻഡ് KSSPL ടു റേസ് മണി വിത്ത് ഗവൺമെന്റ് ഗ്യാരണ്ടി ത്രൂ പബ്ലിക് അക്കൗണ്ട്സ് അറ്റ് ഹൈ ഇൻട്രസ്റ്റ് റേറ്റ്സ്. വലിയ ഇൻട്രസ്റ്റ് ആണ് വാങ്ങിയിരുന്നത്. ഫോർ ഇൻസ്റ്റൻസ് ഇൻ ദ കേസ് ഓഫ് ടീച്ചർ എന്നൊക്കെ പറഞ്ഞ ആളുകളെ ആക്ഷേപിക്കാറുണ്ട്. അവർ സാമ്പത്തിക മസാല ബോണ്ടിലെ കണക്ക് കേൾക്കൂ. അവരിന്ന് തള്ളിയുണ്ടായില്ലല്ലോ. 2150 കോടി 9.7% പലിശയിൽ മസാല ബോണ്ട് എടുത്തു. നോക്കൂ, തിരിച്ചടവ് എത്രയാണ്? തിരിച്ചടവ് വരുമ്പോൾ 1000 കോടിയാണ്. എടുത്തതിൽ നിന്നും 1000 കോടി മുടക്കിയിട്ട് തിരിച്ചടയ്ക്കാൻ വേണ്ടി തന്നെയാണല്ലോ എടുത്തിരിക്കുന്നത്. 1000 കോടി ഇരട്ടി അടയ്ക്കുന്നതാണോ? സ്മൃതി പറഞ്ഞ വാദങ്ങളെല്ലാം പൂർണ്ണമായും തള്ളിക്കളഞ്ഞതാണ്. ഇന്ന് പ്രതിപക്ഷം പോലും മസാല ബോണ്ട് എന്നൊരു വാക്ക് ഉന്നയിക്കുന്നില്ല. മസാല ബോണ്ട് മസാല ബോണ്ടിന്റെ കാര്യത്തിൽ എന്താ പറഞ്ഞത്? അത് ചട്ടലംഘനമാണ്, നിയമലംഘനമാണ്. സുപ്രീം കോടതിയിൽ എന്താ മസാല ബോണ്ടിനെ കുറിച്ച് പറഞ്ഞത്? വാങ്ങാമെന്നോ വാങ്ങാൻ പാടില്ലെന്നോ? റിസർവ് ബാങ്ക് അനുമതി കൊടുത്താൽ സുപ്രീം കോടതി ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ. 2000 കോടി എടുത്തിട്ട് 3000 കോടി അങ്ങോട്ട് കൊടുക്കുകയാണെങ്കിൽ എന്താണ് 89,000 കോടി രൂപ ഇവിടെ വികസന പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിച്ചതിൽ ആകെ 2600 കോടി രൂപയുടെ കണക്കാണ് സ്മൃതി പറയുന്നത്. അതാണ് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അതാണ് ഞാൻ കണക്കും വെച്ച് പറഞ്ഞത്. ഇത് കേൾക്കൂ, ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി വേറെ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആൾക്കാർ ലണ്ടനിൽ പോയി പൈസ വിരിച്ചിട്ടുണ്ട്.
മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നുള്ള ആരോപണവും ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അതവിടെ നിൽക്കട്ടെ. അത് നിൽക്കൂ, ഇത് ആരോപണം ഉന്നയിക്കുമ്പോൾ മസാല ബോണ്ടുമായി പ്രതിപക്ഷത്തിന്റെ ആരോപണമാണ് സ്മൃതി പറയുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്. ഇത് ഇപ്പോൾ പ്രതിപക്ഷം പോലും പറയാത്ത കാര്യമാണ് സ്മൃതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ പറയുന്നേ ഇല്ല. ഞാൻ ഇത്രേ പറഞ്ഞുള്ളൂ. മസാല ബോണ്ട് പ്രകാരം ഇവിടെ എടുത്ത തുക അതിലും കുറഞ്ഞ പലിശയ്ക്ക് ഇവിടെ കിട്ടുമായിരുന്നു. അപ്പൊ നേരെ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് പോയി അപ്പോൾ ഗ്ലോബൽ ഒരു അവിടെ ഒരു വലിയ വിശാലമായി നമ്മളെ കേരളത്തെ അങ്ങ് എടുത്തു വെക്കാൻ വേണ്ടി അങ്ങോട്ട് പോയി. 1000 കോടി കൂടുതൽ തിരിച്ചടച്ചല്ലോ. നഷ്ടമാണോ ലാഭമാണോ? കഴിഞ്ഞ വർഷം 2024 2150 കോടി രൂപയും മസാല ബോണ്ട് വഴി എടുത്തത് മുഴുവൻ തിരിച്ചടച്ചു കഴിഞ്ഞു. കാര്യമാണ് പറഞ്ഞത്. 1000 കോടി എക്സ്ട്രാ അടക്കണേ. ഞാൻ കണക്ക് പറയാം. മസാല ബോണ്ടിൽ ഇനി എത്ര കേരളം തിരിച്ചടയ്ക്കാനുണ്ട്? 1000 കോടി എക്സ്ട്രാ അടച്ചു കഴിഞ്ഞ കാര്യം പറയാം. ഇനി അധിക പലിശയ്ക്ക് പണം എടുത്തതും അധികമായി അങ്ങോട്ട് അടക്കേണ്ടി വന്നതിന്റെയും പഴയ കണക്കാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ മസാല ബോണ്ട് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അടച്ചു കഴിഞ്ഞ് കൃത്യമായി അടച്ചു കഴിഞ്ഞ് പ്രതിപക്ഷത്തിന് പോലും ആരോപണമില്ലാത്ത, നിലവിൽ CAG റിപ്പോർട്ടും ക്ലിയർ ചെയ്ത, നിലവിൽ സുപ്രീം കോടതിയും ക്ലിയർ ചെയ്തിരിക്കുന്ന 89,000 കോടി രൂപയിൽ അടച്ചു കഴിഞ്ഞൊരു കാര്യത്തെ കുറിച്ചാണ് സ്മൃതി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പറഞ്ഞത് 56 പ്രോജക്ടുകളിൽ നിന്ന് റിവ്യൂ കമ്മിറ്റിയുടെ റിപ്പോർട്ടിലെ വാചകങ്ങളാണ് ഞാൻ ഈ പബ്ലിക് എക്സ്പെൻഡിച്ചർ റിവ്യൂ കമ്മിറ്റി എന്ന് പറയുന്നത് സർക്കാരിന്റെ കമ്മിറ്റിയാണോ? സർക്കാർ അവസാനത്തെ വാക്കാണെന്ന് വിമർശിച്ചുകൊണ്ടുള്ളതിനാണ് മറുപടി. ആ പൈസയിൽ ഇനി 1 രൂപയെങ്കിലും സർക്കാർ അടയ്ക്കാനുണ്ടോ? ഞാൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അടച്ചു കഴിഞ്ഞു 2930 എന്നുള്ളതാണ് എന്റെ എങ്ങനെ നഷ്ടം വരിക? എങ്ങനെ സർക്കാരിന് നഷ്ടം വരിക? 2000 കോടി പ്രോജക്ട് എങ്ങനെ തിരിച്ചടയ്ക്കുന്നത്? കിഫ്ബിയിൽ നിന്നുള്ള വരുമാനം എടുത്തുകൊണ്ടുകൂടിയാണ് കിഫ്ബിയിലെ പൈസ ഇല്ലാന്നല്ലേ ഞാൻ ഇല്ലെന്നുള്ളതല്ല ഞാൻ ഈ പറഞ്ഞത്. പെട്രോ കെമിക്കൽസ്, കെ-ഫോൺ വരുമാനത്തിന്റെ പദ്ധതികളാണ്. ട്രാൻസ്ഗ്രിഡ് പ്രോജക്ട് വരുമാനത്തിൽ നോക്കൂ, വരുമാനം അത്രയ്ക്ക് കിട്ടുന്നില്ല. ഇതൊക്കെ പറയുന്നത് കണക്കില്ല. ഞാൻ പറഞ്ഞാൽ കണക്കുണ്ട്. കണക്കല്ലേ? 56 പദ്ധതികൾ ഇതിനകം തന്നെ നടപ്പിലാക്കിയ സംശയം ഉണ്ടെങ്കിൽ കിഫ്ബിയുടെ ലാഭം നഷ്ടം നോക്കാനാണോ? പൊതുവിദ്യാഭ്യാസത്തിന്റെ ലാഭം നഷ്ടമാണ് നോക്കുന്നത്. പൊതുവിദ്യാഭ്യാസത്തിന്റെ ലാഭം നഷ്ടം നോക്കുന്ന ഏർപ്പാട് UDF-ന്റേതായിരുന്നു. അന്ന് പൂട്ടിയ സ്കൂളുകളാണ് തുറന്നത് ഈ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച്. അന്ന് പൂട്ടിയ ആശുപത്രി സംവിധാനങ്ങളാണ് തുറന്ന് പ്രവർത്തിപ്പിച്ചത്. അന്ന് അണഞ്ഞുപോയ വഴിവിളക്കുകളാണ് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് തുറന്നത്. അന്ന് നടക്കാതെ പോയ പാലങ്ങളാണ് കിഫ്ബിയുടെ പണം ഉപയോഗിച്ച് നടന്നത്. അന്ന് പൂട്ടിക്കെട്ടിപ്പോയ ഈ പറയുന്ന നാഷണൽ ഹൈവേയുടെ ഓഫീസുകളാണ് കിഫ്ബി ഫണ്ടിൽ നിന്ന് 5500 സാഹചര്യം മാറി. എന്താ പൈസ ഇല്ലാതായത്? കേന്ദ്രം പിടിമുറുക്കി അല്ലേ? പിടിമുറുക്കിയില്ലെന്ന് ഞാൻ പറയുന്നില്ല. കിഫ്ബി എന്നുള്ള നല്ല ആശയമല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. കിഫ്ബി എന്നല്ല. പിന്നെ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതല്ലെങ്കിൽ 59,000 കോടിയുടെ വികസന പദ്ധതിക്ക് പണം ഇവിടെ എല്ലാ കാലത്തും സർക്കാരുകൾ ഭരിക്കുന്ന കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ സ്മൃതി പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത്, എല്ലാ സർക്കാരും, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ അവസാനത്തെ 3 വർഷത്തെ 16,000 കോടിയുടെ വികസനം മതി എന്നതാണോ? ഞാൻ ഉമ്മൻചാണ്ടിയുടെ അവസാന വർഷത്തെ കുറിച്ചല്ലോ സംസാരിച്ചത്. എല്ലാ സർക്കാരും എന്ന് പറഞ്ഞാൽ അപ്പൊ എല്ലാ സർക്കാരും നടപ്പാക്കിയതുപോലെയുള്ള വികസനമാണ് വേണ്ടതെങ്കിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാനത്തെ കാലഘട്ടത്തിൽ താങ്കളാണ് താരതമ്യം ചെയ്തത്. ഞാൻ പറഞ്ഞു ആ താരതമ്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എല്ലാ സർക്കാരിന്റെ കാലത്തെയും മതിയോ? ഞാൻ അതല്ലല്ലോ പറഞ്ഞു. ഞാൻ പറഞ്ഞത്രേ ഉള്ളൂ. ഞാൻ പ്രതിപക്ഷത്തിനെ അവിടെ മാറ്റി വെക്കൂ. എല്ലാ സർക്കാരിന്റെ ഒരു മിനിറ്റ്, പറഞ്ഞു ഉമ്മൻചാണ്ടി സർക്കാരിനും പിണറായി ഞാനിപ്പോ കമ്പയർ ചെയ്തില്ലല്ലോ. ഞാൻ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. കിഫ്ബി എങ്ങനെയാണ് നമുക്ക് വികസനം വേണം. അല്ല, വികസനം എന്ന് പറഞ്ഞിട്ട് പൊളിഞ്ഞ കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. പറഞ്ഞ വരുമാനം ഇല്ല. നിങ്ങൾ വിചാരിക്കുന്നത് കിഫ്ബി പദ്ധതി എന്ന് പറഞ്ഞാൽ സർക്കാരിന് വരുമാനം ഉണ്ടാക്കാനുള്ള പദ്ധതി അല്ല. നമ്മളുടെ അടിസ്ഥാന സൗകര്യത്തിന് വേണ്ടി, വികസന പരിപാടികൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ നമ്മളെ സാമ്പത്തികമായി പിടിമുറുക്കിയപ്പോൾ ബഡ്ജറ്റിൽ നിന്ന് പുറത്തു വരുമാനം കണ്ടെത്തണം. അതിനുള്ള കിഫ്ബി പ്രോജക്റ്റ്
ഈ കിഫ്ബിയുടെ കാര്യത്തിൽ പ്രതിപക്ഷം അടക്കം ഒരുമിച്ച് നിന്നുകൊണ്ടല്ലേ ആ ബില്ല് പാസ്സാക്കിയത്, ആ നിയമം പാസ്സാക്കിയത്. ആയിക്കോട്ടെ. ആ കിഫ്ബി പാസ്സാക്കി നിലവിൽ വന്നു കഴിഞ്ഞ് വികസനം വരുന്നത് കണ്ടപ്പോൾ പ്രതിപക്ഷത്തിന് ഹാലിളകുന്നു. ഇപ്പോൾ അതാണ് കണക്ക് ഞാൻ പറഞ്ഞത്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്നതിന്റെ 3 മടങ്ങ് മൂലധന ചെലവ് രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാനത്തെ 3 വർഷമുണ്ട്. അത് ബഡ്ജറ്റിലും കിഫ്ബിയിലും ഉണ്ട്. അതാണ് ഞാൻ കണക്ക് പ്രകാരം പറഞ്ഞത്. തനത് നികുതി വരുമാനത്തിന്റെ കാര്യത്തിൽ എന്താ സംബന്ധമാണ് സ്മൃതി പറയുന്നത്? നിങ്ങളൊരു വികസനത്തിന് വേണ്ടി ഒരു പണം ഒരു ബാങ്കിൽ നിന്ന് പൈസ എടുത്താൽ തിരിച്ചു പൈസ അടയ്ക്കണ്ടേ? അങ്ങനെയല്ലേ കൊടുക്കുക? എങ്ങനെ നടത്തുക? എങ്ങനെ നടത്തുക? നാഷണൽ ഹൈവേ അതോറിറ്റി എങ്ങനെ പണം കണ്ടെത്തുക? നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പണം കണ്ടെത്തുന്നത് ഇതേ രീതിയിലാണ്. അതൊരു ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് സ്ഥാപനമാണ്. അങ്ങനെയല്ലേ പണം കണ്ടെത്തുക? അതിലാണ് നമുക്ക് കിഫ്ബിയോടൊക്കെയുള്ള എതിർപ്പ് പറയാം. പക്ഷേ നിങ്ങളുടെ മുന്നിൽ കാണുന്ന വികസന പ്രവർത്തനത്തെ നിങ്ങൾ എങ്ങനെ നിഷേധിക്കും? എങ്ങനെയാണ് സ്കൂളുകൾ സ്മാർട്ട് ക്ലാസ് റൂമുകൾ കൊണ്ടുവരുന്നത്? എങ്ങനെയാണ് ആശുപത്രിയിൽ മികച്ച ഫീച്ചേഴ്സ് കൊണ്ടുവരുന്നത്? ഈ കണക്കുകൾ നമ്മുടെ മുന്നിലില്ലേ? ഞാൻ ഈ കിഫ്ബിയിൽ മാത്രം ഉടക്കി നിൽക്കുന്നില്ല. എനിക്കറിയാം കിഫ്ബിയിൽ പറഞ്ഞ കണക്കിൽ മാത്രം നിൽക്കാനാണ്. ഇനി ഏറെ പറയാനുണ്ട്. അത് 2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. സ്റ്റാർട്ടപ്പിൻ്റെ കാര്യത്തിൽ 2022-23 പുതിയ സംരംഭങ്ങൾ ഉണ്ടായത് എത്രയാ? കണക്കുകൾ നോക്കൂ. ഏറ്റവും ഒടുവിൽ തൊഴിലവസരങ്ങളുടെ കണക്കുകൾ എത്രയാ? ഈ റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം സംരംഭകത്വത്തിലെ സ്റ്റാർട്ടപ്പിൻ്റെ കണക്കുകൾ വന്നിരിക്കുന്നു, ഏറ്റവും ഒടുവിലുള്ളത്. അതുപ്രകാരം നേരത്തെ വാഗ്ദാനം ചെയ്തിരിക്കുന്നതിന് സമാനമായ രീതിയിൽ ഏറ്റവും ഒടുവിലത്തെ ആഗോള നിക്ഷേപം കൂടി കഴിഞ്ഞ സമയത്ത് നിക്ഷേപം വന്നിരിക്കുന്നു എന്നുള്ളതാണ് കണക്കുകൾ പറയുന്നത്. ദാറ്റ്സ് നമ്പർ 1. നമ്പർ 2, ലൈഫ് മിഷൻ 4,51,631 വീടുകൾ. ഇനി ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യമാണ് അതിദരിദ്രരെ കണ്ടെത്തുന്നതിനുള്ള പദ്ധതി. ആ അതിദരിദ്രരെ കണ്ടെത്തുന്ന പദ്ധതിയിൽ ദേശീയ ശരാശരി എന്ന് പറയുന്നത് 11.28%. നമ്മുടെ രാജ്യത്തുള്ള അതിദരിദ്രരായ മനുഷ്യരുടെ കണക്കാണ്. അത് 11.28%. കേരളത്തിൻ്റെ കാര്യത്തിലോ 0.48%. ആകെയുള്ളത് എത്ര പേർ? 64,006. എത്ര പേര് ഇപ്പോൾ കരകയറ്റി? 59,707. ബാക്കി നിൽക്കുന്നത് എത്ര? ഇനി ഏകദേശം 20% മാത്രം. ഈ 64,000-ൻ്റെ ആ കണക്കുകളിലേക്ക് കടക്കുകയാണ്. ഇതെങ്ങനെയാണ് സാധ്യമാവുന്നത്? സർക്കാരിന് വരുമാനം ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അവിടെയാണ് തനത് നികുതി വരുമാനത്തിൻ്റെ കാര്യത്തിലും സർക്കാരിന് നേട്ടമുണ്ടാക്കാൻ സാധിച്ചു 2022-23. പക്ഷെ അതുകൊണ്ട് നമ്മൾ സ്വയം പര്യാപ്തമായിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് കേന്ദ്ര സർക്കാർ നമ്മളെ ഞെരുക്കുമ്പോൾ അതിന് സമ്മർദ്ദം അനുഭവപ്പെടുന്നത്. ഏറ്റവും വലിയ ചർച്ചയായിരുന്നല്ലോ ഇവിടുത്തെ PSC നിയമനങ്ങളുമായി ബന്ധപ്പെട്ട്. PSC നിയമനങ്ങളുടെ കണക്കെന്താ? 9 വർഷം കൊണ്ട് 2016 മുതൽ 2025 വരെ 2,80,015 പേർക്കാണ് PSC സ്ഥിര നിയമനം നൽകിയിരിക്കുന്നത്. 2,80,015 എന്ന് പറഞ്ഞാൽ ആ കാലയളവിൽ നമ്മുടെ രാജ്യത്തെ മൊത്തം PSCകളുടെ കണക്കെടുത്ത് നോക്കിക്കോളൂ. ആ മൊത്തം PSCയും UPSCയും കൂടി കണക്കെടുത്ത് നോക്കിയാൽ അതിൻ്റെ 42% സ്ഥിര നിയമനം നടന്നിരിക്കുന്ന സംസ്ഥാനത്തിൻ്റെ പേര് കേരളമെന്നാണ്. ഡിസ്പ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ ഡിസ്പ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? 2016 300 സ്റ്റാർട്ടപ്പാണ്. ആദ്യഘട്ടത്തിൽ 3,200, പിന്നീട് 6,400 സ്റ്റാർട്ടപ്പായിട്ട് മാറിയില്ലേ? ഡിസ്പ്യൂട്ട് ചെയ്യാൻ പറ്റുമോ? ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പവർ കട്ട് ഉണ്ടായിരുന്നില്ലേ? നമ്മൾ പവർ കട്ട് ലോഡ് ഷെഡിംഗ് എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? ഈ സമയത്ത് എപ്പോഴെങ്കിലും പവർ കട്ട് ലോഡ് ഷെഡിംഗ് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ട്രഷറി പൂർണ്ണമായിട്ടും പൂട്ടിക്കിടക്കുന്ന സാഹചര്യം പൂർണ്ണമായിട്ടും ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ കണക്കുകൾ നോക്കുമ്പോഴാണ് പ്രോഗ്രസിൻ്റെ കാര്യത്തിൽ നമുക്ക് മാറ്റമുണ്ടായിട്ടുണ്ട്. പെൻഷന്റെ കാര്യത്തിൽ ക്ഷേമ പെൻഷൻ അരുൺ സ്റ്റാർട്ടപ്പ് പറഞ്ഞല്ലോ 15,000 എന്നാണ് 2021 പ്രകടന പത്രികയിൽ പറഞ്ഞത്. 6,400 ആയാൽ 15,000 വന്നിട്ടില്ല, നടന്നിട്ടില്ല, അത്രയും എത്തിയിട്ടില്ല എന്നാ പറഞ്ഞത്. പക്ഷെ ഞാൻ കമ്പയർ ചെയ്ത് എവിടെയാ 2016 300 എവിടെ കിടക്കുന്നു? 300 എവിടെ കിടക്കുന്നു? അവിടെ നിന്ന് 6,400 ആ കണക്ക് വിട്ടു. എന്നിട്ട് പിണറായി സർക്കാർ എത്തിയില്ല, സമ്മതിച്ചു. അത്ര എത്തിയിട്ടില്ല, സമ്മതിച്ചു. പക്ഷേ 300-നേക്കാൾ വലുതാണല്ലോ 6,400. അത് മതി. ഇനി ഒരു കണക്ക് കൂടി ഞാനങ്ങ് പറഞ്ഞേക്കാം, അത് പറഞ്ഞങ്ങ് അവസാനിപ്പിച്ചേക്കാം. നിലവിൽ ഈ കണക്കുകളെല്ലാം നമ്മൾ പറഞ്ഞു നിർത്തി. പവർ കട്ടിൻ്റെ കാര്യത്തിൽ പറഞ്ഞു, ലോഡ് ഷെഡിങ്ങിൻ്റെ കാര്യത്തിൽ പറഞ്ഞു, PSC നിയമനങ്ങളുടെ കാര്യത്തിൽ പറഞ്ഞു. എല്ലാ കണക്കുകളും വിരൽ ചൂണ്ടുന്ന ഒരൊറ്റ പോയിന്റ് എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെയും പിണറായി സർക്കാരിൻ്റെ കാലത്തെയും താരതമ്യം ചെയ്താൽ പ്രോഗ്രസ് അല്ല ഇത് വന്നിരിക്കുന്നത്. ഇത് ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ആണ് എന്ന് ഞാൻ പറയും. നമ്മൾ ഏത് മേഖല നിങ്ങൾ എടുത്തു നോക്കിയാലും സാമൂഹ്യക്ഷേമ പെൻഷൻ ഒറ്റ കാര്യം എടുക്കാൻ സാധാരണ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലേ. 32 ലക്ഷം പേർക്ക് 600 രൂപ വീതം മാസം കിട്ടിയിരുന്ന സ്മൃതി, അത് കേൾക്കേണ്ട കണക്കാണ്, പ്രേക്ഷകർ കേട്ടിട്ടുള്ള കണക്കുമായിരിക്കും. 32 ലക്ഷം പേർക്ക് 600 രൂപ വീതം കൊടുക്കാൻ 11 മാസം പല പെൻഷൻ സ്കീമുകളിലും സാധിക്കാതെ വന്നപ്പോൾ കുടിശ്ശിക ഇട്ടിട്ട് പോയ സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാർ 11 മാസം കൊടുത്തിട്ടില്ല. പല സ്കീമുകളായിട്ട്. എന്നിട്ട് ഏറ്റവും ഒടുവിൽ അത് കൊടുത്തു തീർത്തതാരാ? ഒന്നാം പിണറായി സർക്കാർ. അതടക്കം ഇന്നിപ്പോൾ കൊടുക്കുന്ന എത്രയാണെന്നറിയോ? ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 600 രൂപയായിരുന്നത് 1,600 രൂപയായി. ഇന്ന് 62 ലക്ഷം ആളുകൾക്കാണ് കൊടുക്കുന്നത്. ഇത് തന്ത്രമാണ്. ഉമ്മൻചാണ്ടി സർക്കാർ 2016 വരെയാണ്. ഒന്നാം പിണറായി വിജയൻ സർക്കാരും കമ്പയർ ചെയ്യില്ല. ഇത്ര വർഷമായില്ലേ? ഈ വർഷത്തിനിടയ്ക്ക് ജീവിതം മാറിയില്ലേ?
പെൻഷൻ അത്രയും കൊടുക്കണ്ടേ നിങ്ങൾ? അതാണ് അത് അല്ല, ഡോക്ടർ ലക്ഷം. അരുൺ നോക്കൂ, ഒക്കെ ഞാൻ 32 ലക്ഷം. മാഡം, ഒരു നിമിഷം, ഡോക്ടർ അരുൺ ഒരു നിമിഷം. 2011 ജീവിത നിലവാരം വെച്ചായിരിക്കും 2025 കമ്പയർ ഒരു നിമിഷം 32 ലക്ഷം പേർക്ക് 600 രൂപ കൊടുത്ത ഒരു സർക്കാരിനെയും 62 ലക്ഷം പേർക്ക് 1600 രൂപ വീതം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരിനെയും നമ്മൾ താരതമ്യം ചെയ്താൽ പ്രോഗ്രസ് ആണോ ഇല്ലയോ എന്ന് സുജയ പറഞ്ഞാൽ മതി. നിങ്ങൾ ആശാ ഇതാണ് സമരക്കാർക്ക് സംഭവം. ഇല്ല, അത് ആശാ പറഞ്ഞില്ലല്ലോ എന്ന് ഞാൻ വിചാരിക്കുന്നു. ആശയുടെ കാര്യത്തിൽ അത് പറയണം, ആശയുടെ എന്തായാലും സർക്കാരിന്റെ കാലത്ത് ഉമ്മൻചാണ്ടി സർക്കാരിന് 5 വർഷം കൊണ്ടുണ്ടായ വർധനവ് എത്രയാ? കഷ്ടം. അതാണ് എന്റെ മറുപടി. കഷ്ടമായിരുന്നു കഷ്ടം എന്ന് പറഞ്ഞാൽ എന്ന് 100 പറയുന്നത് രൂപയിൽ നിന്ന് ഇത്രയും 1000 രൂപയിലേക്ക്, വർഷങ്ങൾക്കിപ്പുറം, അല്ല, ഞങ്ങൾക്ക് 100 രൂപയിൽ നിന്ന് 100 രൂപയിൽ നിന്ന് നിങ്ങൾക്ക് പല 10 വർഷം മുമ്പ് ഘട്ടങ്ങളിലായി കിട്ടിയ സമരം ചെയ്ത് ശമ്പളമാണ് 1000 ഇപ്പോൾ രൂപയിലേക്ക് കിട്ടുക എന്ന് ചോദിച്ചാൽ നമുക്കാർക്കും അങ്ങനെയല്ലല്ലോ. 100 രൂപയിൽ അപ്പോൾ അവർക്ക് ജീവിതകാലം മാറണ്ടേ? 100 രൂപയിൽ നിന്ന് 1000 രൂപയിലേക്ക്, 1000 രൂപയിൽ നിന്ന് 7000 രൂപയിലേക്കുള്ള മാറ്റം. 1000 രൂപയ്ക്ക് ജീവിക്കണം അല്ലേ? 1000 രൂപയ്ക്ക് ജീവിക്കുമായിരുന്നു ഏത് കാലത്തെ കാര്യം? 2016. ഇല്ല, അന്നത്തെ രീതിയിലാണോ ഇപ്പം ആശാവർക്കന്മാർ അല്ല, ജോലി ചെയ്യുന്നത്? 2016 അന്ന് ആശാവർക്കന്മാർ full time ജോലിയായിരുന്നോ? അല്ല, 2016 എന്തെങ്കിലും പറയരുത്. അല്ല, 2016 രണ്ടേ രണ്ട് മണിക്കൂറാണ് അല്ല, ജോലി 2016 ഇപ്പൊ എങ്ങനെയാ? ചെയ്യുന്നത്. അന്നത്തെ സാഹചര്യമല്ല ഇപ്പോ. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? മുഴുവൻ സമയം നോക്ക്, അവർ കളവാണോ പറയുന്നത്? അവരുടെ ജീവിതത്തെ കളവെന്ന് ഞാൻ അവരുടെ ജോലി പറഞ്ഞിട്ടില്ല. അല്ല, ഞാൻ പറയുന്ന കാര്യം അവർ പറയുന്നത് കളവാണോ? അല്ല, ഞാൻ പറയുന്നത് കളവെന്നല്ല. ഞാൻ ഇപ്പോഴും പറയുന്നു ആ, ആശാ സമയമാണ്. വർക്കർമാർ, ഞാൻ പറയുന്നു ആശാ വർക്കർമാർക്കാണെങ്കിലും ശരി, അംഗൻവാടി ടീച്ചർമാർക്കാണെങ്കിലും ശരി, ന്യായമായ വിഹിതം കിട്ടണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ കമ്പയർ ചെയ്യുമ്പോൾ അത് അന്നത്തെ കാലത്ത് അങ്ങനെ എന്ന് പറയുന്നത് എന്താണ് നമുക്ക് പറയാൻ പാടില്ലേ? ജോലി എന്തായി? അന്നത്തെ ജോലി എന്താ? ആശാ വർക്കർമാരുടെ ജോലി തന്നെയല്ലേ? ഇത്രയും ജോലിയില്ല. അവിടെ എനിക്ക് അതാണ് പറയുന്നത്. അപ്പൊ ആശാ വർക്കർമാർ അന്നത്തെ കാലത്ത് പാർട്ട് ടൈം ജോലിക്കാർ മാത്രമായിരുന്നു. എല്ലാം മാറുന്നു, സ്കീമുകൾ അനുസരിച്ച് മാറും. അതിന്റെ ഭാഗമായിട്ട് കമ്മീഷൻ വർദ്ധിക്കുന്നുണ്ട്. 12,000 രൂപ വരെ കിട്ടുന്ന ആളുകളും ഉണ്ടായിട്ടില്ലേ? 6000 രൂപയിൽ നിന്ന് 7000 രൂപയിലേക്ക് ആ വർധനവ് വരുന്നു എന്ന് പറയുന്നത് 1000 രൂപയിൽ നിന്ന് 7000 രൂപയിലേക്ക് വരുന്നു എന്ന് ചെറിയ കാര്യമാണോ? അപ്പോൾ ഏത് തട്ടിൽ വെച്ച് നോക്കിയാലും ആ പ്രോഗ്രസ് എന്നുള്ളത് ഉയർന്നിരിക്കുന്നു എന്നുള്ളതാണ്, അത് ആത്മവിശ്വാസം നൽകുന്ന പ്രോഗ്രസ് ആണ് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. ഞാൻ ആൻഡ്രോയിലേക്ക് വരാം ഒരു ഇടവേളയ്ക്ക് ശേഷം. വേണ്ട എന്നാ വേണ്ട, തുടർന്നോളൂ ആൻഡ്രോ. അല്ല, ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ അരുൺ സാർ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷൻ മാത്രം പറയാം. 2016 പിണറായി വിജയൻ അധികാരത്തിൽ വരുന്നതിന് മുൻപ് ഇറങ്ങിപ്പോയ ഉമ്മൻചാണ്ടി സർക്കാർ തറക്കല്ലിട്ട പദ്ധതികൾ മാത്രം ഞാൻ പറയാം. ഒന്നാമത്തെ പദ്ധതി കണ്ണൂർ എയർപോർട്ട് ആരാ പൂർത്തീകരിച്ച്? പിണറായി വിജയൻ സർക്കാർ. രണ്ടാമത്തെ ഏറ്റവും വലിയ പദ്ധതിയായിട്ട് സർക്കാർ കൊണ്ടുവന്ന വിഴിഞ്ഞം പ്രോജക്റ്റ് ആരാ പൂർത്തീകരിച്ച്? പിണറായി വിജയൻ സർക്കാർ. നാഷണൽ ഹൈവേ എന്താണ് ഓഫീസ് പൂട്ടിയിട്ട് പോയി, അതാരാ നടത്തിക്കൊണ്ടിരിക്കുന്നത്? പിണറായി വിജയൻ സർക്കാർ. കൊച്ചി മെട്രോ 1-ാം ഘട്ടം മാത്രം പൂർത്തീകരിച്ചു, അതാരെ 2-ാം ഘട്ടവും 3-ാം ഘട്ടവും പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ സർക്കാർ. എന്താണ് കുറേ IT പാർക്കുകൾക്ക് കേരളത്തിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ തറക്കല്ലിട്ടിട്ട് പോയി, അതാരാ പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നത്? പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്നതും ആരാ? പിണറായി വിജയൻ സർക്കാർ. വാട്ടർ മെട്രോ പേരിൽ മാത്രം, പേപ്പറിൽ മാത്രമായിരുന്നു, ഇപ്പോൾ ആരാ പൂർത്തീകരിച്ചേ? പിണറായി വിജയൻ സർക്കാർ. ഗെയിൽ പൈപ്പ് ലൈൻ ആരാ പൂർത്തീകരിച്ചേ? പിണറായി വിജയൻ സർക്കാർ. മലയോര ഹൈവേ ആരാ പൂർത്തീകരിച്ചേ? പിണറായി വിജയൻ സർക്കാർ. 11 മാസമായിട്ട് പെൻഷൻ കൊടുക്കാതിരുന്നത് ആരാ? 600 രൂപയായിട്ട് പോലും കൊടുക്കാതിരുന്നത് ആരാ? ഉമ്മൻചാണ്ടി സർക്കാർ. അതാരാ ഇപ്പോൾ 1600 പൂർത്തീകരിച്ചത്? പിണറായി വിജയൻ സർക്കാർ. 1600 2 മാസത്തെ കുടിശ്ശിക മാത്രമേ ഉള്ളൂ. 2 മാസത്തെ കുടിശ്ശികയേക്കാൾ വലുതാണോ 11 മാസത്തെ? അവർ കൊടുക്കാനുണ്ടായിരുന്ന 11 മാസത്തെ കുടിശ്ശികയും കൂടെ കൊടുത്തിട്ട് 2 മാസം 1600 ഷോർട്ടേജ് ഉള്ളൂ. 1000 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ ആശാ വർക്കർമാരുടെ സമരം. എത്രയാ? 6000 രൂപ. അത് അവരെ എല്ലാ അലവൻസും കൂടെ കിട്ടുമ്പോൾ 11,000 രൂപയോളം കിട്ടും ഒരു ആശാ വർക്കർക്ക്. അപ്പം കേരളത്തിൽ ഒരു സംവിധാനവും നടത്തില്ല. ഇപ്പം ഞാൻ പറഞ്ഞ ഈ പദ്ധതികളുണ്ടല്ലോ, ഈ പദ്ധതികളെല്ലാമാണ് ഉമ്മൻചാണ്ടി സർക്കാർ 2016 വരെ വലിയ പദ്ധതികളായി തറക്കല്ലിട്ടത്. എന്താണ്? കണ്ണൂർ ജില്ലയിൽ പോയിട്ട് വലിയ ഗ്രൗണ്ടിൽ കൊണ്ട് വിമാനം ഇറക്കിയപ്പോൾ അത് വിമാനത്താവളമാക്കി. ഇവിടെ ഒരു സ്ട്രെച്ച് മാത്രം പൂർത്തീകരിച്ചപ്പോൾ അതെന്തായി? മെട്രോ സ്റ്റേഷൻ മെട്രോയായി. അപ്പം വിഴിഞ്ഞത്ത് തറക്കല്ലിട്ടപ്പോഴത്തേക്ക് അത് അവരുടെ കുഞ്ഞായി. ഇങ്ങനെ പറഞ്ഞിട്ടാണ് 2016 ഇറങ്ങി പോകുന്നത്. അതിനുശേഷം എന്തൊക്കെയാണ് അഭിമുഖീകരിച്ച കേരളത്തിൽ? ഒന്ന്, ഈ ലോകം കണ്ട ഏറ്റവും വലിയ പ്രളയം. രണ്ടാമത് ലോകം കണ്ട ഏറ്റവും വലിയ കോവിഡ്. ഇതെല്ലാം അഭിമുഖീകരിച്ചതിന് ശേഷം വരുമാനത്തിൻ്റെ സീറോയിൽ നിന്നും 2016 തുടങ്ങി 2021 വരെ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങൾ അനുഭവിച്ച സ്ഥലത്തു നിന്നും പിണറായി വിജയൻ കരകയറി. ആ കരകയറി ഇത് വലിയ പ്രശ്നമായി മാറിയോ? ആ കരകയറിയ സമയത്ത് 99 സീറ്റിലേക്ക് പിണറായി വിജയൻ അധികാരത്തിൽ വന്നത് എങ്ങനെയാണെന്നറിയോ? ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ പറയുന്ന 80 വയസ്സായ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ സമയം വരെ ഇച്ഛാശക്തിയുടെ പേരിലും അദ്ദേഹത്തിന് ദീർഘവീക്ഷണത്തിൻ്റെ പേരിലും ഒരു സർക്കാരിന് ഒരു അഴിമതി പോലും ഇല്ലാതെ ഈ സമയത്ത് കൊണ്ടുനടത്താൻ പറ്റിയില്ലേ? എന്താ പറ്റാത്ത? എന്തുകൊണ്ടാണ് കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികൾ 2016 തുടങ്ങി 2023 ഒരു അഴിമതി ആരോപണം തെളിയിക്കാൻ പറ്റാതെ പോയത്? ഒരെണ്ണം തെളിയിച്ചിട്ട് ഒരു മന്ത്രിയെ രാജിവെപ്പിച്ചാൽ പറയായിരുന്നോ? ഈ പറയുന്ന പ്രശ്നം ഉണ്ടാവില്ലായിരുന്നല്ലോ. ഈ 2029 9 വർഷമായിട്ട് ഒരഴിമതി ആരോപണം പറഞ്ഞിട്ട് ഒരു മന്ത്രിയെ പോലും രാജിവെപ്പിക്കാൻ കഴിയാതെ ഈ പ്രതിപക്ഷം നിൽക്കുന്നു. ഇപ്പോഴും പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുകയാണ് ഏത് അഴിമതിയാണ് നിങ്ങൾക്ക് പറയാനുള്ളത്? പ്രതിപക്ഷ നേതാവ് മറ്റുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ്. ഒരഴിമതി പോലും ഇപ്പോൾ ഈ സമയത്ത് വരും പരാമർശിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്.
എന്തിനാണ് നമ്മൾ ഈ പറഞ്ഞ എന്താണ് 300 പിന്നെ വ്യവസായ സംവിധാനങ്ങളിൽ നിന്ന് 6000 വ്യവസായ സംവിധാനത്തിലേക്ക് ഒരു സംവിധാനം ഒരു സർക്കാർ വളർത്തി എന്ന് പറയുമ്പോൾ അത് ചെറുതായിട്ട് കാണുന്നത് 300 2016 2016 2025 തമ്മിൽ ഈ പറയുന്ന അത്രയും വലിയ വ്യത്യാസം ലോകത്തുണ്ടായോ? അത്ര വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിട്ടില്ല. 300 തുടങ്ങി എത്ര ടൈംസാണ്? 200 ടൈംസ്, 2000 ടൈംസാണ് 6000ത്തിലേക്ക് എത്തുമ്പോൾ. അത്രയും വ്യത്യാസം ലോകത്തുണ്ടായോ? ഒന്നും ഉണ്ടായില്ലല്ലോ. ഈ പറഞ്ഞ വ്യവസായ മന്ത്രി ഉണ്ടല്ലോ പി രാജീവ്, അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള എത്രയെങ്ങാനും പ്രൊജക്റ്റ് ഒരെണ്ണം പൂട്ടിപ്പോയോ? നിങ്ങൾ ഏതെങ്കിലും ഒരു സമയത്ത് നിങ്ങൾ സമരം കണ്ടോ? 2021 തുടങ്ങി 2024 വരെ ഈ സമയം നടക്കുമ്പോൾ നിങ്ങൾ എത്ര വ്യവസായ സംവിധാനത്തിന് മുമ്പ് സമരം നടക്കുന്നുണ്ട്? എത്ര സ്ഥലത്ത് നോക്കുകൂലി സമരം നടത്തുന്നുണ്ട്? എത്ര സ്ഥലത്ത് ഈ പറഞ്ഞ തൊഴിലാളികൾ പിരിച്ചുവിടുന്നുണ്ട്? ഒരു സ്ഥലത്ത് പിരിച്ചുവിടുന്നില്ല, ഒരു വാർത്തയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ലല്ലോ എന്നേ. അതല്ലേ നമ്മൾ കണ്ടത്. ഏതെങ്കിലും മലയോര ഹൈവേ പൊളിഞ്ഞു കിടക്കുന്നതായി നിങ്ങൾ കാണുന്നുണ്ടോ? മലയോര ഗ്രാമീണ റോഡുകൾ പൊളിഞ്ഞു കിടക്കുന്നതായിട്ട് കാണുന്നുണ്ടോ? ഒന്നും കാണുന്നില്ലല്ലോ. മാത്രമല്ലാന്നേ, നിങ്ങൾ ഈ പറഞ്ഞ 4000 സ്കൂൾ പൂട്ടിയ സ്ഥലത്തു നിന്നും 45,000 എന്താണ് സ്മാർട്ട് റൂമുള്ള സ്കൂളുകൾ പണിത് ആരാ പണിതത്? അതെങ്ങനെയാണ് പണിതത്? ഇന്നത്തെ സംസ്കാരത്തിന് പഠിക്കാൻ പറ്റിയ രീതിയിൽ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ മാറ്റാൻ ഈ കേരളത്തിലെ പിണറായി വിജയൻ സർക്കാരിന് മാറ്റാൻ കഴിഞ്ഞില്ലേ? അതെന്താ ചെറുതായി കാര്യമായിട്ട് കാണുന്നത്? ഇത്രയും വലിയ സംവിധാനത്തെ എന്താണ് പഞ്ചായത്ത് സംവിധാനത്തെ മുഴുവൻ ഡിജിറ്റൽവൽക്കരിക്കാൻ കഴിഞ്ഞില്ല. കെ സ്മാർട്ട് കൊണ്ടു ഡിജിറ്റൽവൽക്കരിക്കാൻ കഴിഞ്ഞില്ല. അതെന്താ നമ്മൾ ചെറുതായിട്ട് കാണുന്നത്? കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ നാഷണൽ ഹൈവേ പണിതുണ്ടല്ലോ. 5850 കോടി രൂപ കൊടുക്കാൻ പറ്റിയല്ലോ സർക്കാരിന്. ഇതെവിടുന്ന? കിഫ്ബിയിൽ നിന്നല്ലേ. കിഫ്ബി പണം എടുക്കാതെ ആകെ 16,000 കോടി അല്ലേ? 16,000 കോടി 3 വർഷത്തേക്ക് എന്താണ് അടിസ്ഥാന വികസനത്തിന് മാറ്റിവെച്ച ഉമ്മൻചാണ്ടി സർക്കാരാണോ? 55,000 കോടി രൂപ മാറ്റിവെച്ച പിണറായി സർക്കാരാണോ അടിസ്ഥാന വികസനം കൊണ്ടുവന്നത്? എന്തേ അത് മനസ്സിലാക്കാതെ പോകുന്നത്? അപ്പം എന്താണ് നിങ്ങൾ 15,000 പറഞ്ഞു, 6,000 കൊണ്ടുവന്നുള്ളൂ. വലിയ കാര്യമായിട്ട് നിങ്ങൾ ഈ സർക്കാരിനെ ബോധിപ്പിച്ചിട്ട് 15,000 ആക്കിക്കോന്നേ. സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന് പറയുന്ന പ്രോജക്ട് തുടങ്ങിയത് 2016. അതിനു മുൻപ് സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന് പറയുന്ന സ്റ്റാർട്ടപ്സിന്റെ പ്രോജക്റ്റ് ഇല്ല. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന സ്റ്റാർട്ടപ്പ് ഇന്ത്യ എന്ന് പറയുന്ന പ്രോജക്റ്റിൽ 2016 രാജ്യത്താകെ മാങ്ങയുടെ കണക്ക് പറയാതെ സ്റ്റാർട്ടപ്പ് ഇന്ത്യ കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്ന സ്റ്റാർട്ടപ്പുകൾ തന്നെയാണ് ഇവിടെയും. ആ സ്റ്റാർട്ടപ്പ് ഇന്ത്യ പ്രോജക്ടിന്റെ ഭാഗം തന്നെയാണ്. കേരളവും ഇന്ത്യയുടെ ഭാഗമാണ്. അപ്പോൾ 500-ൽ നിന്ന് 1,59,157 രാജ്യമാകെ ഈ സ്റ്റാർട്ടപ്പുകൾ വികസിച്ചിട്ടുള്ളൂ. അല്ലാതെ കേരളം മാത്രം ഉണ്ടാക്കിയ പദ്ധതി അല്ല സ്റ്റാർട്ടപ്പ്. അല്ല, ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ഇതിനേക്കാളും കൂടുതൽ വികസിച്ചേനെ. നിങ്ങൾ 15,000 എന്ന് പറയുമ്പോൾ അത് പോസിബിൾ തന്നെയാണ്. 15,000 എന്ന് പറയുമ്പോൾ അത് പോസിബിൾ ഒക്കെയാണ്. നമ്മളോട് ചോദിക്കുമ്പോൾ പറയാ കേരള സർക്കാർ ഇവിടുന്ന് പൈസ ഉണ്ടാക്കുക, നിങ്ങൾ നികുതി മുഴുവൻ പിരിച്ചുകൊണ്ട് പോകുന്ന കേന്ദ്ര സർക്കാർ നമുക്ക് ഇവിടെ പണം തരുന്നില്ല. പണം തന്നാൽ ഇവിടെ ചെയ്തോളാം, പണം തരുന്നില്ലല്ലോ. അപ്പൊ സ്റ്റാർട്ടപ്പിന് എന്തിനാ കേന്ദ്ര പൈസ തരുന്നത്? സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ഇവിടെ സംരംഭം ഇവിടെ സൗകര്യം വേണം, ഇവിടെ സൗകര്യം വേണം, ഇവിടെ സൗകര്യം വേണം. ഇവിടെ അല്ല, ഇവിടെ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ തൊട്ടടുത്ത സാറൊന്ന് പോയി നോക്കുക. അവിടെ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. കൂടുതൽ എല്ലാം കേന്ദ്രം തരണം. എന്നാ പിന്നെ കേരളം ഭരിച്ചോളാം. എന്നാ കേരളത്തെ കേന്ദ്ര ഭരണ പ്രദേശമാക്കൂ സാർ. ഞങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചിട്ട് പോകുന്ന നികുതി ഞങ്ങൾക്ക് തിരിച്ചു തന്നാൽ ഞങ്ങൾ ഇപ്പൊ കേന്ദ്രം തന്നിട്ടല്ലോ ഇതൊന്നും നടപ്പിലാക്കുന്നത്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ പദ്ധതി നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നത് കൊണ്ടാണ് ഈ സാർ സ്റ്റാർട്ടപ്പ് ഇത്രയും കേരളത്തിൽ വന്നത്. എന്താ ചെയ്ത കേരളത്തിലെ സ്റ്റാർട്ടപ്പ് പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ എന്താ ചെയ്തു തന്നെ? ഒന്നും ബിൽഡിംഗ് പണിയണം, ഞങ്ങൾ തന്നെ വെള്ളം കൊടുക്കണം, ഞങ്ങൾ തന്നെ ഈ അടിസ്ഥാന സൗകര്യം മുഴുവൻ വികസിപ്പിക്കണം. 1 രൂപ തരൂല, ലോൺ എടുക്കാൻ സമ്മതിക്കൂല, നികുതി തരൂല, ഒന്നും തരൂല. എന്നിട്ട് പറയാ നരേന്ദ്രമോദി സർക്കാരാണ് പ്രൊജക്ട് കൊണ്ടുവന്നത്. എവിടുത്തെ ന്യായം? ഇത് ആ പദ്ധതി നരേന്ദ്രമോദി സർക്കാർ കൊണ്ടുവന്നതാണ്. അതിനു മുൻപ് UPA സർക്കാരായിരുന്നു. അല്ലല്ല, അത് പേര് മാറ്റിയിരുന്ന ഇവിടെയാണ്. അവസാനം PM ശ്രീ അടക്കമുള്ള പദ്ധതിയെല്ലാം അവസാനം ഗത്യന്തരമില്ലാതെ സമ്മതിക്കുകയും ചെയ്യും. ബ്രാൻഡിംഗ് പറ്റില്ല എന്ന് ആദ്യം പറയും, അത് കഴിഞ്ഞ് സമ്മതിക്കും. അപ്പോൾ നമ്മൾ ചർച്ചയിലേക്ക് എത്തിയാൽ പ്രോഗ്രസ് ആണോ എന്നുള്ളതായിരുന്നു ചോദ്യം. നല്ല പ്രോഗ്രസ് ആണ് എന്ന് അഭിപ്രായപ്പെട്ടത് 3 പേരാണ്. അത്ര നല്ല പ്രോഗ്രസ് അല്ല എന്ന് അഭിപ്രായപ്പെട്ടത് ഒരാൾ മാത്രം.